തുടങ്ങാല്ലേ? യെസ് തുടങ്ങാം. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ റസീന മജീദ് ഫ്രം കരുളായി. HSST ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഹയർ സെക്കൻഡറി ടീച്ചറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, ട്രെയിനറാണ്. നന്നായിട്ട് ആവാനുള്ള ശ്രമത്തിലാണ് നമ്മളെല്ലാവരും. അപ്പൊ ട്രെയിൻ ദ ട്രെയിനേഴ്സ് ബാച്ചിലെ ഫൈസൽ സാറിന്റെ 10th ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ഇപ്പോ ഞാന്. അപ്പൊ നമ്മളിപ്പോ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് എല്ലാ തിങ്കളാഴ്ചയിലും ഉണ്ടാവാറുള്ള വെബിനാറിലാണ്. വിംബിൾ അക്കാഡമിക്ക് കീഴിൽ സാർ നടത്തുന്ന സാറിന്റെ അക്കാഡമിയായ അതിൽ 7 മുതൽ 8 വരെ നടക്കുന്ന ട്രെയിൻ ദ ട്രെയിനേഴ്സ് ടോക്കിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പം ഈ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രെയിൻ ദ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇതിൽ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ അവതാരകരായിട്ട് എത്തുന്നത്, ഓരോ ടോപ്പിക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വെബിനാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5ാമത്തെ ഒരു വെബിനാർ ആണെന്ന് തോന്നുന്നു. 5ാമത്തെ വെബിനാറാണ്. അപ്പം നമ്മളെല്ലാവരും ട്രെയിനേഴ്സ് ആവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ അതിന് അത്യാവശ്യം വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെ അത്യാവശ്യം വേണ്ട ഒരു സംഗതിയാണ്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എത്രത്തോളം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം ഡെവലപ്പ് ചെയ്ത് എടുക്കണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇല്ലെങ്കിൽ നമുക്കതിന് ഒരുപാട് ദോഷങ്ങളും ഉണ്ടായാലുള്ള ഗുണങ്ങളും ഒക്കെ ഉണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്തതുപോലെയുള്ള പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക, അല്ല ബുക്സ് ഒക്കെ വായിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ ഇതുണ്ടെങ്കിലേ നമുക്ക് സമൂഹത്തിൽ വ്യക്തികളുമായിട്ട് ഇടപഴകാനും നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിച്ച തലങ്ങളിലേക്ക് എത്തിച്ചേരാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഭൗതിക വൈകല്യത്തെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഇവിടെ നമുക്ക് വേണ്ടി ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ആ ക്ലാസ് എടുക്കുന്നത് സഫീദ മാം ആണ്. സഫീദ മാം ഇന്റലക്ച്വൽ ഇമ്പയർമെന്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് ഭൗതിക വൈകല്യം, കുട്ടികളിൽ കാണുന്ന ഭൗതിക വൈകല്യം. അപ്പം അത് എടുക്കുന്നതിന് വേണ്ടി മാമിനെ സ്വാഗതം ചെയ്യുന്നു. ഈ ഭൗതിക വൈകല്യത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ മാം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ഇന്റലക്ച്വൽ ഫങ്ഷൻ മോശമായാൽ ഇത് നമ്മുടെ ലേണിങ്ങിനെ ബാധിക്കും, നമ്മുടെ റീസണിങ്ങിനെ ബാധിക്കും, നമ്മുടെ മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ഇതിനെല്ലാം ഈ ഒരു ഇന്റലക്ച്വൽ ഫങ്ഷൻ ബാക്കോട്ട് പോയാൽ അല്ലെങ്കിൽ ആ ഒരു വൈകല്യം നമുക്ക് ഉണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ തലങ്ങളിലും കുട്ടികളെ ബാധിക്കും. ഈ പറയുന്ന എല്ലാ കാര്യത്തിലും അവര് വളരെ സ്ലോ ആയിരിക്കും, അവരുടെ ബിഹേവിയറിലും മറ്റുമൊക്കെ ഇതുണ്ടാവും. അപ്പൊ അവർ ചെയ്യുന്ന എല്ലാ കാര്യവും വളരെ പതുക്കെ ആയിരിക്കും. എനിവേ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് മാം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ ഡയറക്ടറും മാസ്റ്റർ ട്രെയിനറുമായ നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസൽ സാറിനെ 2 വാക്ക് പറയുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇവിടെ ഈ ഒരു വെബിനാറിൽ ഒത്തുചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സാറ് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു റസീന. നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ഓക്കെ, സോ നമ്മുടെ ട്രെയിനേഴ്സ് ടോക്കിന്റെ 5ാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് ഇവിടെ ഓൾറെഡി പറഞ്ഞു വെച്ചു, അണ്ടർസ്റ്റാൻഡിങ് ഇന്റലക്ച്വൽ ഇമ്പയർമെന്റ് അല്ലെ. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ള ഒരുപാട് ജീവിതങ്ങളെ നമ്മൾ കാണാറുണ്ട് അല്ലെ. വ്യത്യസ്തമായിട്ടുള്ള ജീവിതങ്ങളെ നമുക്ക് കാണാൻ കഴിയും, മനുഷ്യ ജീവിതങ്ങൾ. അപ്പൊ ഈ ജീവിതങ്ങളെ മനസ്സിലാക്കുക, അവരെ അടുത്തറിയുക, അവരെ ചേർത്ത് പിടിക്കുക. എല്ലാവരും ഒരേ സ്റ്റൈലിൽ ജീവിക്കുന്നവരല്ല അല്ലെ. അപ്പോ മനുഷ്യ ജീവിതങ്ങളെ തിരിച്ചറിയുകയും അവരുടെ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണനകൾ നൽകുക, അവർക്കുള്ള സ്പേസ് നൽകുക, അവരെ ചേർത്തു പിടിക്കുക എന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ ആ രീതിയിൽ തീർച്ചയായിട്ടും
അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഭാഗമാണ് ശരിക്കും അണ്ടർസ്റ്റാൻഡിങ് ഇന്റലക്ച്വൽ ഇമ്പയർമെന്റ് ഉള്ള ആ ഒരു വിഭാഗം കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ അവരെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പിന്നെ അവരെ കുറിച്ച് പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആയിട്ടുള്ള ഷഫീദ മാം നമ്മളോടൊപ്പം ചേരുന്നത്. സോ ഷഫീദ അത്തരം വിഷയങ്ങളെ കുറിച്ച് നന്നായി നമ്മളോട് സംസാരിക്കും. എല്ലാവരും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക. സോ ഷഫീദ മാമിനെ ആ ഒരു വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ക്ഷണിക്കുകയാണ്. വെൽക്കം ഷഫീദ മാം. താങ്ക് യു സർ. ഓഡിബിൾ ആണല്ലോ അല്ലെ? യെസ് ഓഡിബിൾ ആണ് കേട്ടോ, ക്ലിയർ ആണ്. എന്നെ പരിചയപ്പെടുത്താം. പേര് പറഞ്ഞു. മലപ്പുറം ജില്ലയിലാണ്, കാളികാവാണ് സ്ഥലം. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആണ്. ട്രെയിനർ ആവാനുള്ള നല്ല താല്പര്യത്തിന് പിറകെ ഇങ്ങനെ നടക്കുമ്പോഴാണ് റിമ്പിൾ അക്കാഡമി എന്ന് പറയുന്ന സിംഹത്തിന്റെ പടയിൽ എത്തിപ്പെടുന്നത്. അങ്ങനെ ഇൻഷാല്ല കോഴ്സുകളൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കാൻ സാധിച്ചു. ഇപ്പൊ എന്റെ ഫസ്റ്റ് ക്ലാസ് ആണിത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. നമുക്കൊക്കെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണല്ലോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയിൽ ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര ആഘോഷമാണ്. ഒരു 9 മാസത്തോളമുള്ള ഒരു കാത്തിരിപ്പിന്റെ ഒരു റിസൾട്ട് ആണല്ലോ. എസ്പെഷ്യലി ആ കുട്ടിയുടെ പാരന്റ്സിന്. ആ കുട്ടിയുടെ ഓരോ വളർച്ചാഘട്ടങ്ങളും നമ്മൾ വളരെ കൗതുകത്തോടെ, സന്തോഷത്തോടെ, ആകാംക്ഷയോടെ നമ്മൾ നിരീക്ഷിക്കും. നമ്മളതിനെ പല തരത്തിലും ആഘോഷിക്കും. എസ്പെഷ്യലി ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഫോട്ടോ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമ്മളിതിങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയർ ചെയ്യും. അത്രയും നമുക്ക് സന്തോഷം, അഭിമാനമൊക്കെ ഉള്ള കാര്യങ്ങളാണത്. കുട്ടി ആദ്യമായിട്ട് ചിരിക്കുന്നത്, പിച്ച വെക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്രയും സന്തോഷം, അഭിമാനം തോന്നുന്നുണ്ടോ? എന്നാല് ഒരു കുഞ്ഞ് ജനിക്കുന്നതിലൂടെ സന്തോഷത്തിന്റെ എല്ലാ അലയൊലികളും നിലച്ചു പോകുന്ന, ജീവിതത്തിന്റെ ഒരു ഒഴുക്കിനെ തന്നെ തകിടം മറിച്ചിടുന്ന തരത്തിലുള്ള കുടുംബങ്ങൾ നമുക്കിടയിലുണ്ട്. അവരുടെ കുട്ടികൾക്ക് നമ്മൾ ഈ പറയുന്ന, നമ്മൾ ആഘോഷമാക്കുന്ന തരത്തിലുള്ള ഒരു ഡെവലപ്മെന്റ്സും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉണ്ടാവില്ല. അതായത് ഒരു 3 മാസമൊക്കെ ആകുമ്പോൾ ഒരു കുഞ്ഞിന്റെ കഴുത്തുറക്കുമല്ലോ, ആ സമയത്ത് കുട്ടിയുടെ കഴുത്തുറച്ചിട്ടുണ്ടാവില്ല. അതുപോലെ കമഴ്ന്ന് മറിയേണ്ട സമയത്ത് കമഴ്ന്ന് കിടന്നിട്ടുണ്ടാവില്ല. ഇരിക്കേണ്ടുന്ന സമയത്ത് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. പിടിച്ചു നിൽക്കുന്ന സമയത്ത് അതിന് സാധിച്ചിട്ടുണ്ടാവില്ല. പിച്ച വെക്കാൻ തന്നെ വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും. ചിലപ്പോ നടന്നിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ ചെറിയൊരു ശബ്ദം പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള കുട്ടികള്. പാരന്റ്സിനെ ഒന്ന് അച്ഛ, അമ്മയെന്നൊക്കെ വിളിക്കുന്നത് പാരന്റ്സിന് വലിയ സ്വപ്നമായിട്ട് ഇങ്ങനെ നടക്കാത്തൊരു സ്വപ്നം പോലെ അവര് കാണുന്ന തരത്തിലൊക്കെയുള്ള കുട്ടികള് ധാരാളം നമുക്കിടയിലുണ്ട്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അവരുടെ IQ ലെവല് 70-ൽ താഴെയായിരിക്കും. നമ്മൾ നോർമൽ വ്യക്തികളുടെ IQ എന്ന് പറയുന്നത് 90-നും 110-നും ഇടയിലാണ്. പക്ഷെ ഇവരുടെ IQ ബിലോ 70 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാനോ, യുക്തിസഹമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനോ, കാര്യങ്ങളെ നേരിടാനോ, പ്രായോഗിക ബുദ്ധിയോ, ആശയവിനിമയ ശേഷിയോ, അതല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അതുപോലെ സമൂഹത്തിൽ ഇടപഴകാനുള്ള ഒരു കഴിവ്, സൗഹൃദങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു കഴിവ്, തന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള ഒരു ബോധ്യം, തിരിച്ചറിവ്, അല്ലെങ്കിൽ തന്റെ ശരീരത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതുപോലെ റീസണിങ് പവർ, ജഡ്ജ്മെന്റ് സ്കിൽ. എന്താ സർ, കണ്ടിന്യൂ ചെയ്യാമോ? കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ഇങ്ങനെയുള്ള സ്കില്ലുകളൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. മാത്രമല്ല, നമ്മളെ ഒന്നും ചെറുപ്പത്തിൽ ആരും കുളിക്കാനോ അല്ലെങ്കിൽ പല്ല് തേക്കാനോ ഒന്നും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ സെൽഫ് കെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് കപ്പാണ്, അല്ലെങ്കിൽ ഇത് ബക്കറ്റാണ്, ഇത് ടാപ്പാണ്, ടാപ്പ് തിരിച്ചാൽ നമുക്ക് വെള്ളം കിട്ടും, ഇത് സോപ്പാണ്, ഇനി വെള്ളം കോരി ഒഴിച്ചിട്ട് സോപ്പ് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ കുളിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളെ ആരും കുളിക്കാൻ പഠിപ്പിച്ചിട്ടില്ല. വളരെ ചെറിയ ഏജില് നമ്മുടെ പാരന്റ്സ്, നമ്മുടെ അമ്മയൊക്കെ നമ്മളെ കുളിപ്പിക്കുന്നു. ഒരു 4-5 വയസ്സാവുമ്പോൾ നമ്മൾ തനിയെ കുളിക്കാൻ ശീലിക്കുന്നു. അതിലെന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെ കെയർ ടേക്കർ അല്ലെങ്കിൽ നമ്മുടെ അമ്മ
അത് തിരുത്തി തരുന്നു. അങ്ങനെയാണ് നമ്മുടെ സെൽഫ് കെയർ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുത്തത്. അല്ലാതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ആരും നമ്മളെ അത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇത്തരം കുട്ടികൾക്ക് സെൽഫ് കെയർ പോലും ഉണ്ടായിരിക്കില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കുളിയുടെ കാര്യം പറഞ്ഞതുപോലെ, ഓരോ സെൽഫ് കെയറും, ഇപ്പൊ ബ്രഷിംഗ് ആയിക്കോട്ടെ, ആദ്യം ആ മെറ്റീരിയൽസിനൊക്കെ ഐഡന്റിഫൈ ചെയ്യിക്കാൻ പഠിക്കണം. നമുക്ക് വിചാരിക്കും ഇതിപ്പോ ഇത്രയും ചെറിയ കാര്യങ്ങളല്ലേ, ഇതൊക്കെ അറിയാണ്ടിരിക്കുമോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവരോട് അടുത്ത് ഇടപഴകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക മെറ്റീരിയൽസിനെ പോലും അവർക്ക് ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവില്ല. അങ്ങനെയുള്ള അവരെയാണ് നമ്മൾ സെൽഫ് കെയർ പഠിപ്പിക്കേണ്ടത്. സെൽഫ് കെയർ പോലും അവർക്ക് ഉണ്ടായിരിക്കില്ല. അതായത് ബ്രഷിംഗ്, ടോയ്ലറ്റിംഗ്, ബാത്തിങ്, ഈറ്റിംഗ്, ഡ്രസ്സിങ്, ഗ്രൂമിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ ഒരു സാധാരണ കുട്ടികൾ നമ്മൾ സ്കൂളിലൊക്കെ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. പക്ഷെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ നമ്മൾ സ്കിൽ ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുക. കാരണം ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇത്തരം സ്കില്ലുകൾ പോലും ഇല്ലാത്ത കുട്ടികളാണ്. അപ്പൊ നമ്മൾ ആദ്യം അവരെ അതാണ് പഠിപ്പിച്ചെടുക്കേണ്ടത്. കാരണം അവരുടെ IQ ലെവല്, ഡെവലപ്മെന്റൽ ഡിലേ, ഇതൊക്കെ തന്നെയാണ് കാരണം. IQ ബിലോ 17 ആയ എല്ലാവരും ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആണ്. നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരേ മുഖച്ഛായുള്ള കുട്ടികൾ. ചിലപ്പോൾ വിചാരിക്കും ഒരേ ഫാമിലി മെമ്പേഴ്സ് ആണോ, സിബ്ലിങ്സ് ആണോ എന്നൊക്കെ തോന്നുന്ന രീതിയിലുള്ള സാമ്യം അവർക്കിടയിൽ ഉണ്ടാവും. ബോഡി പാറ്റേൺ പോലും ചിലപ്പോൾ ഒരേ രീതിയിലായിരിക്കും. കാണാൻ നല്ല ക്യൂട്ട് ലുക്ക് ആയിരിക്കും. ഒരു മംഗോളിയസ് ഫേസ്, അതായത് വലിയ കണ്ണുകള്, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള നോസ്, ഒരു ഓവൽ ഷേപ്പുള്ള മുഖം, വളരെ ഷോർട്ട് ആയിട്ടുള്ള നെക്ക്, അതുപോലെ നെക്കിന്റെ ബാക്ക് സൈഡിലൊക്കെ കുറച്ച് എക്സസീവ് സ്കിന്ന്. അതുപോലെ നാക്ക് നമ്മുടെ നാവ് പോലെ ആയിരിക്കില്ല, നല്ല തടിച്ചിട്ടുള്ള ഒരു നാക്കായിരിക്കും. ഒരു പ്രത്യേകത ഉണ്ട് അതിന്. കൈയിന്റെയും കാലിന്റെ വിരലുകളൊക്കെ പരന്നിട്ടായിരിക്കും. അതുപോലെ നമ്മളെ കാലിന്റെ അടി പോലെ ആയിരിക്കൂല കാൽപാദത്തിന്റെ അടി, ഒരു ഫ്ലാറ്റ് ആയിട്ടായിരിക്കും അവരുടെ കാൽപാദം. കാലിന്റെ തള്ളവിരലിലും ചൂണ്ടുവിരലിനും ഇടയിലുള്ള ഗ്യാപ്പ് പോലും നല്ല വൈഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള കുട്ടികളെ പല സ്ഥലത്തുനിന്നും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു ജാപ്പാനീസ് ഫേസ് കട്ട് എന്നൊക്കെ നമ്മൾ പറയൂലേ, അങ്ങനെയുള്ള ഒരു മുഖസാദൃശ്യമുള്ള കുട്ടികൾ. ഒരു ഡൗൺ സിൻഡ്രം എന്നാണ് ആ ഒരു അവസ്ഥയ്ക്ക് പറയാം. മംഗോളിയസ് ഫേസ് കട്ട് ആയതുകൊണ്ട് മംഗോളിസം എന്നും പറയും. ഇത്തരത്തിലുള്ള കുട്ടികൾക്കും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്. അവർക്കും ഇതുപോലെയുള്ള ഡെവലപ്മെന്റൽ ഡിലേ ഒക്കെ അവരുടെ ചെറുപ്പത്തിൽ നേരിട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഇവരെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ നമുക്ക് ഈസിയാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ ഇവർ ക്യാച്ച് ചെയ്യും. ഇത് ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയോട് കൂടി ചേർന്ന് വരുന്ന ഒരു അവസ്ഥയാണ് ഈ ഡൗൺ സിൻഡ്രം എന്ന് പറയുന്നത്. അതുപോലെ ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എപ്പോഴും ഒറ്റക്കായിട്ട് ഇരിക്കുക, കൂട്ടുകൂടാൻ ഇഷ്ടം ഉണ്ടാവില്ല. പിയർ ഗ്രൂപ്പിന്റെ കൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിബ്ലിങ്സിന്റെ കൂടെ ആയിക്കോട്ടെ, മുതിർന്നവരുടെ കൂടെ, പാരന്റ്സിന്റെ കൂടെ ഒന്നും കൂട്ടുകൂടാൻ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അവരെപ്പോഴും ഐസൊലേറ്റഡ് ആയിട്ടിരിക്കും. അവരുടെ പ്ലേ പോലും ഐസൊലേറ്റഡ് ആയിരിക്കും. ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കും കളിക്കുക. നമ്മൾ അവരെ ചെന്നൊന്ന് ഹഗ് ചെയ്യാനോ ഒന്ന് തലോടാനോ ശ്രമിച്ചാൽ പോലും അവർ കൈതട്ടി മാറ്റും. അങ്ങനെ ബോഡി ടച്ചിങ് ഒന്നും ഇഷ്ടപ്പെടാത്തൊരു കൂട്ടരാണ്. നമ്മൾ സംസാരിക്കാൻ ചെന്നാൽ പോലും നമ്മുടെ മുഖത്തേക്ക് അവർ നോക്കൂല, കണ്ണിൽ നോക്കേയില്ല. ഇവരെങ്ങോട്ടെങ്കിലും നോക്കും. ചോദിച്ചാൽ അതിന് ആൻസറും പറയില്ല. ചിലപ്പോൾ നമ്മൾ എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതേ ചോദ്യം തന്നെ നമ്മളോട് തിരിച്ച് ചോദിക്കും. പേരെന്താന്ന് ചോദിച്ചാൽ പേരെന്താന്ന് നമ്മളോടും തിരിച്ചു ചോദിക്കും. അതില്ലെങ്കിൽ അവരൊന്നും മിണ്ടൂല. ഇനി എന്തെങ്കിലും മിണ്ടുകയാണെങ്കിൽ തന്നെ വളരെ നീഡ് ബേസ്ഡ് ആയിട്ടേ പറയുള്ളൂ. ഇപ്പൊ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വെള്ളം വേണമെന്ന് കംപ്ലീറ്റ് സെന്റൻസ് ഒരിക്കലും പറയില്ല. വെള്ളം എന്ന് മാത്രം പറയും. അതും അവരുടെ നീഡ് മാത്രമേ അവർ സംസാരിക്കുള്ളൂ, വേറൊന്നും പറയൂല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും വേദനകളോ അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പൊ കാലുവേദന ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊക്കെ ഫേഷ്യൽ എക്സ്പ്രഷൻ വരുമല്ലോ, വേദനയുടേതായിട്ടുള്ള ഭാവങ്ങൾ നമ്മുടെ മുഖത്ത് വരും. പക്ഷെ ഇവര് പറയുമ്പോൾ ഒരു എക്സ്പ്രഷൻ ഉണ്ടാവില്ല. വേദനയുടെ ഒരു എക്സ്പ്രഷനും ഇവരെ മുഖത്ത് കാണാൻ കഴിയില്ല. കാല് എന്ന് മാത്രം പറയും. അപ്പൊ കാലിൽ എന്താ പറ്റിയെന്ന് നമ്മൾ നോക്കിയിട്ട് വേണം മനസ്സിലാക്കാൻ. അത്രേ പറയുള്ളൂ. അതുപോലെ സന്തോഷമുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ പോലും ആ ഒരു സംഗതിയുടെ പേര് മാത്രം പറയും. പിന്നെ നമ്മൾ ചെകഞ്ഞ് അന്വേഷിച്ചാൽ കണ്ടെത്തണം അത് എന്താന്നുള്ളത്. സന്തോഷത്തിൻ്റെതായിട്ടുള്ള യാതൊരു ഭാവപ്രകടനങ്ങളും മുഖത്തുണ്ടാവില്ല. ഒരു റോബോട്ടിക് സ്പീച്ചാണ്. ഒരു തരം വികാര പ്രകടനങ്ങളും ഇല്ലാത്ത സംഭാഷണം, അതും നീഡ് ബേസ്ഡ് ആയിട്ട് മാത്രം. അവര്
അവരുടെ കളിയിൽ തന്നെ ഒരു വ്യത്യാസമുണ്ട്. സാധാരണ ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു കാറ് കിട്ടിയാൽ അത് ഉരുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കാറ് ഉരുളുമ്പോ അതിന്റെ വീല് മാത്രം നോക്കിക്കൊണ്ടിരിക്കും. അതല്ലെങ്കിൽ ഫാന് കറങ്ങുമ്പോ ആ ഫാന് കറങ്ങുന്നത് ഇങ്ങനെ നോക്കിയിട്ട് കുറെ നേരം ഇരിക്കും. നമുക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയില്ലല്ലോ, നമുക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ നോക്കിയിരിക്കില്ല, പക്ഷെ ഇവരങ്ങനെ നോക്കിയിരിക്കും. കൂട്ടുകൂടുന്നതും സമൂഹത്തിൽ ഇടപഴകുന്നതും തീരെ ഇഷ്ടമല്ല അവർക്ക്. എന്തെങ്കിലും സൗണ്ട് കേട്ടാൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, ചെവി പൊത്തും, ചിലപ്പോൾ നല്ല നിലവിളിയൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് സൗണ്ടിനോട് ഭയങ്കര സെൻസിറ്റീവ് ആണ്, സൗണ്ട് ഒട്ടും ഇഷ്ടമല്ല. അങ്ങനെയുള്ള ഒരു വിഭാഗം കുട്ടികളുണ്ട്. അതുപോലെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടാവും, അർത്ഥമൊന്നും ഉണ്ടാവില്ല, കൈ വെറുതെ ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അവരിത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും, അവർക്ക് എന്തോ പ്ലഷർ കിട്ടുന്നുണ്ടായിരിക്കും. അത് റെപ്പറ്റേറ്റീവ് ആയിട്ട് അങ്ങനെയുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ്ഡ് ക്യാരക്ടർ അവരുടെ കയ്യിലുണ്ടാവും. എന്തെങ്കിലും ആയിട്ട് കയ്യോ കാലോ ചലിപ്പിച്ചുകൊണ്ടിരിക്കും, മിക്കവാറും കൈയായിരിക്കും. ഈ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടിക്കും ചിലപ്പോൾ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവും. ചിലപ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ, കാരണം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് ഐക്യു കുറവായിരിക്കും. പക്ഷെ ഓട്ടിസത്തിന് അങ്ങനെയല്ല, ഓട്ടിസത്തിന് ഐക്യു ഒക്കെ ഉണ്ട്, മെമ്മറി ഒക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ അവര് വിചാരിക്കണം അവരെന്തെങ്കിലും പറയണമെങ്കിൽ. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാര്യം പഠിപ്പിക്കുമ്പോൾ അവരാദ്യം അത് ഗ്രാസ്പ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് അറിയില്ല അവർ പഠിച്ചോ ഇല്ലയോ, അവർക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന്. വേറെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് പറയുമ്പോഴായിരിക്കും അവരിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്, ഇവർക്ക് ഇതെല്ലാം അറിയാന്ന് നമ്മൾ തിരിച്ചറിയും. അപ്പൊ ഈ ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുടെ കൂടെയും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി വരാം. അതുപോലെ ചില കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ ശരീരത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ തലയുള്ള കുട്ടികൾ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു പ്രയാസം തോന്നും, കാരണം തല മാത്രം വലുതായിട്ടിരിക്കും. ഹൈഡ്രോസെഫാലി എന്നാണ് ആ ഒരു കണ്ടീഷന് പറയാം. ഈ കുട്ടികൾക്കും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്. അതുപോലെ നേരെ വിപരീതം, ശരീരത്തിനെ അപേക്ഷിച്ച് തല വളരെ ചെറുതായിരിക്കും, വളരെ ചെറിയ തല, മൈക്രോസെഫാലി എന്നാണ് നമ്മൾ അതിന് പറയാം. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾക്കും ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ട്. പിന്നെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് അടങ്ങിയിരിക്കാത്ത കുട്ടികൾ. ഈ സ്പെഷ്യൽ സ്കൂളുകളോ അങ്ങനെയുള്ള തെറാപ്പി സെന്ററുകളൊക്കെ വിസിറ്റ് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും, അടങ്ങിയിരിക്കാൻ കഴിയാത്ത കുട്ടികൾ. അവരെ കൊണ്ട് നമ്മൾ പൊറുതി മുട്ടും. ഇവരുടെ പാരന്റ്സിനാണെങ്കിൽ പോലും ഇവരെ ഒരു സ്ഥലത്ത് കൂട്ടിപ്പോവാൻ പേടിയാണ്. കാരണം ഇവരെ അവിടെ ഉള്ളതൊക്കെ വലിച്ചിട്ട് നശിപ്പിക്കും, ആ കൂടെ ബഹളം വെക്കും. ഒരു ഫംഗ്ഷനൊന്നും പോകാൻ കഴിയില്ല, കാരണം അവിടെ അടങ്ങിയിരിക്കൂല, കസേരയും പിന്നെ എല്ലാം കൂടെ മറിച്ചിടും, വെറുതെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രകൃതമുള്ള ഒരു അവസ്ഥ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയും. എന്റെ അടുത്തൊരു മോൻ വന്നിരുന്നു, വരിയല്ല, അവരാദ്യം പിന്നെ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി കുട്ടിക്ക് ADHD ആണുള്ളത് എന്നുള്ളത്. നോർമൽ കുട്ടിയാ, ID ഒന്നും അല്ല, നോർമൽ ആണ് ആള്. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കോ ഒന്നും പോവാന് പറ്റില്ല, ഞങ്ങൾ എങ്ങോട്ടും പോവാറില്ല, ഇവനിങ്ങനെ ആയതുകൊണ്ട് പോവാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞ്, പിന്നെ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ADHD ഉണ്ടാവുന്നത് അവരുടെ ശരീരത്തിൽ ഓവറായിട്ട് എനർജി ഉണ്ട്. ഈ എനർജി റിലീസ് ആവാത്തത് കൊണ്ടാണ് അവരിങ്ങനെ തുള്ളിക്കളിച്ചോണ്ട് നടക്കുന്നത്. അപ്പൊ നമുക്ക് ദാഹിക്കുകയാണ്, നമ്മളൊരാൾ ചീത്ത പറഞ്ഞിട്ടോ അടിച്ചിട്ടോ വെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. വെള്ളം കുടിച്ചാലേ നമുക്ക് കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വിശന്നാലും അതേപോലെ ഭക്ഷണം കഴിക്കാന്നല്ലാതെ വേറൊരു സൊല്യൂഷൻ അവിടെ ഇല്ല. അതുപോലെയാണ് ഇവരുടെ കാര്യം. ഇവരുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള എനർജി ഉണ്ട്, ഇത് റിലീസ് ആവാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇവര് ഹെൽപ്ലെസ് ആണ്. അപ്പൊ ഇവരെ നമ്മൾ ദേഷ്യപ്പെട്ടോണ്ടോ അല്ലെങ്കിൽ അടിച്ചത് കൊണ്ടോ ഭീഷണിപ്പെടുത്തിയോണ്ടോ ഒരു കാര്യമില്ല. ഇവരുടെ ശരീരത്തിലെ എനർജി പോവാനുള്ള എന്തെങ്കിലും മാർഗങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പാരന്റിനോട് ഇതേപോലെ പറഞ്ഞു, ഞങ്ങൾ ഫിസിക്കലായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിക്കണം, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യിക്കണം അവനെ കൊണ്ട്. അപ്പൊ ഇവർ പറഞ്ഞു ഷട്ടിൽ കളിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഷട്ടിൽ കളിക്കാൻ വളരെ നല്ല കാര്യം, എന്നാൽ അവനെ കൊണ്ടത് ഒരു ജോലി ചെയ്യിക്കുന്ന രീതിയിലല്ല, നീ ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് ചെയ്യിക്കുന്ന രീതിയിലല്ല, എന്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിൽ നമുക്കിന്ന് ഷട്ടിൽ കളിക്കാന്ന് പറഞ്ഞിട്ട് വീട്ടുകാരും കൂടെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു കളിയായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാല് കുറെ മാസത്തിന് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ല. കുറെ കാലത്തിന് ശേഷം എന്നെ ഇവർ ആദ്യമായിട്ട് കാണാൻ വരിക, ഭയങ്കര സന്തോഷത്തിൽ വരുന്നുണ്ട്. അപ്പൊ കുട്ടികളും ഉണ്ട് കൂടെ. അവനോട് പറഞ്ഞു, ടീച്ചർ അന്ന് പറഞ്ഞു വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവനെ മാർഷൽ ആർട്സ് പഠിപ്പിക്കാനാക്കി, കരാട്ടെ ക്ലാസ്സിന് ചേർത്തു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ആള് നന്നായിട്ട് പഠിക്കും ഒക്കെ ചെയ്യുന്നു, ഒരു പ്രശ്നമല്ല ഇവനെ കൊണ്ട്, ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നിട്ട് മോൻ വന്നില്ലേന്ന് ചോദിച്ചു ഇവരോട്. മോനല്ലേ മുന്നിലിരിക്കുന്നതെന്ന് പറഞ്ഞ എന്നോട്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അത്രയും കാമാൻ ക്വയറ്റായിട്ട് ഒരു പ്രശ്നമല്ലാണ്ട് എന്റെ മുന്നിലിരിക്കുകയാണ്. അപ്പൊ ഈ ADHD-ക്കാരെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് കൊടുത്തിട്ട് അവരെ എനർജി റിലീസ് ആക്കുക എന്നുള്ളതാണ്.
ഇത് നോർമൽ വ്യക്തികളിലും ADHD ഉണ്ടെങ്കിലും ഈ ADHD-ക്കാർ അധികം ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിരിക്കും. അതുപോലെ തന്നെ ചില കുട്ടികളെ കൈയിനോ കാലിനോ ഒരു വൈകല്യം. സർ ഓഡിബിൾ ആണോ? യെസ് ക്ലിയർ ആണ്. ഓക്കെ. ചില കുട്ടികളുടെ കൈയിനോ കാലിനോ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ കൈയിന്റെ ഒരു ഭാഗത്ത് നമ്മൾ പറയില്ലേ കൈക്ക് സ്വാധീനമല്ല എന്നൊക്കെ പറയില്ലേ, ആ ഒരവസ്ഥ. കൈയുടെ മസിൽസ് ഭയങ്കര വീക്കായിരിക്കും, അല്ലെങ്കിൽ കാലിന്റെ മസിൽസ് നല്ല വീക്കായിരിക്കും, കാരണം നടക്കാനൊന്നും കഴിയാത്തൊരവസ്ഥ. ഇതിന് പറയാ സെറിബ്രൽ പാൾസി എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. ഇതൊന്നും രോഗങ്ങളല്ല കേട്ടോ, ഇതൊന്നും രോഗങ്ങളല്ല, ഒക്കെ ഓരോ കണ്ടീഷൻസ് ആണ്. ഐഡിയ ആണെങ്കിൽ പോലും കണ്ടീഷനാണ്, രോഗമല്ല. അതുപോലെ ഒരു കണ്ടീഷനാണ് സെറിബ്രൽ പാൾസി എന്ന് പറയുന്നത്. അതായത് ബ്രെയിനിൽ ഏൽക്കുന്ന ക്ഷതം കാരണമാണ് സെറിബ്രൽ പാൾസി ഉണ്ടാവുന്നത്. അത് ഏത് ഏരിയയിലാണോ അഫക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് കുട്ടികൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. സെറിബ്രൽ പാൾസിയിൽ എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് കൈയിനാണ് പ്രശ്നമെങ്കിൽ അത് ഏതെങ്കിലും ഒരു കൈയിനൊക്കെ ആയിരിക്കും, ഏതെങ്കിലും ശരീരത്തിന്റെ ഒരു ഭാഗത്തിനായിരിക്കും അത് ബാധിക്കുക. ചിലർക്ക് കൈയിനായിരിക്കും, ചിലർക്ക് കാലിനായിരിക്കും. അതിന്റെ കൂടെ അവർക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടാവും, അല്ലെങ്കിൽ വിഷൻ പ്രോബ്ലം ഉണ്ടാവും. കാരണം ബ്രെയിനിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഏൽക്കുന്ന ഇഞ്ചുറി കാരണം, ക്ഷതം കാരണമാണ് ഇങ്ങനെ ആവുന്നത്. അപ്പൊ ഏത് ഏരിയയിലാണോ ക്ഷതമേറ്റിട്ടുള്ളത് അവിടുത്തെ ഫംഗ്ഷനെയാണ് അത് ബാധിക്കുക. അപ്പൊ ചിലർക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടാവും, ചിലർക്ക് വിഷൻ പ്രോബ്ലം ഉണ്ടാവും, ചിലർക്ക് നടക്കാനായിരിക്കും പ്രയാസം, ചിലർക്ക് കൈയിനായിരിക്കും പ്രയാസം. ഇവരെ കണ്ടാൽ തന്നെ നമുക്ക് വേറെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നടക്കുന്നവരാണെങ്കിൽ ചിലര് ഒരു ജെർക്കിംഗ് മൂവ്മെന്റ്സ് ആയിരിക്കും. നമുക്ക് പേടി അവർ നടക്കുന്നുണ്ട്, ഇവരിപ്പോ വീണു പോവോ എന്നിങ്ങനെ വിചാരിക്കും. ഇങ്ങനെ ആടിക്കൊണ്ടായിരിക്കും നടക്കുക. ഇതിനൊക്കെ സെറിബ്രൽ പാൾസി എന്നാ പറയാ. അപ്പൊ ഈ സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികൾക്കും ID ഉണ്ടാവാം, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടാവും. ഇവരുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് എല്ലാവർക്കും ലോ ഇന്റലിജൻസ് ആയിരിക്കും. അതിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലോ ഇന്റലിജൻസ് ആയിരിക്കും, കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ പുവർ മെമ്മറി ആയിരിക്കും, മെമ്മറി ഒട്ടും ഉണ്ടാവില്ല, വളരെ കുറവായിരിക്കും. എന്റെ അടുത്തൊരു മോൻ വന്നു, ഇപ്പൊ വന്നിട്ട് 2 മാസം ആകണുള്ളൂ. അവന് ഫസ്റ്റ് ഞാൻ റാ എന്നൊരു അക്ഷരം പഠിപ്പിക്കുകയാണ്. അത്യാവശ്യം ഐക്യൊന്നും വലിയ കുഴപ്പമില്ലാത്തൊരു കുട്ടിയായതുകൊണ്ട് നേരെ നമ്മൾ അക്ഷരത്തിലോട്ട് കടന്നു. അവന് റാ എന്നൊരു അക്ഷരം പഠിപ്പിക്കണം. അപ്പൊ ഞാൻ ആദ്യം അവന്റെ നോട്ടിൽ റാ എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഡൗൺ ആയിട്ട് എഴുതാൻ പറഞ്ഞു. അവൻ ആ ഒരു ലെവൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യിച്ചത്. അവന്റെ ഒരു ദിവസം മുഴുവനായിട്ട് അത് ചെയ്തു. പിറ്റേ ദിവസം വീട്ടിൽ പോയിട്ട് അത് ചെയ്തു കൊടുന്നു. എന്നിട്ട് രാവിലെ ഞാൻ ചോദിച്ചത് ഏതാണ് അക്ഷരം പിറ്റേ ദിവസം. അപ്പൊ അവരങ്ങനെ ഒരു അക്ഷരം കണ്ടിട്ടേ ഇല്ല, ആ രീതിയിലാണ് റെസ്പോണ്ട് ചെയ്തത്. അവനറിയില്ല, അത്രയും മെമ്മറി കുറവാ. അപ്പൊ അന്ന് ഞാൻ എന്ത് ചെയ്തു, പിറ്റേ ദിവസം നോട്ട്ബുക്കിൽ റാ എന്ന് വലുതായിട്ട് എഴുതി. എന്നിട്ട് അതില് റിപ്പീറ്റഡ് ആയിട്ട് ഇത് എഴുതണല്ലോ. അപ്പൊ റിപ്പീറ്റ് ആയിട്ട് എഴുതുമ്പോൾ ഇത് ഇവന് ബോറടിക്കും. അപ്പൊ അത് മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്തു, പെൻസിൽ മാറ്റിയിട്ട് ക്രയോൺ ആക്കി. ക്രയോൺ കൊണ്ട് പലതവണ എഴുതാൻ. അപ്പൊ ഈ സംഗതി റിപ്പീറ്റേഷൻ നടക്കുകയും ചെയ്യുന്ന ഇവന് ബോറടിക്കില്ല, പല കളറുകൾ ഇങ്ങനെ കാണുകയാണല്ലോ. അങ്ങനെ ചെയ്തു. ഈ എഴുതുന്നതിന് കൂടെ നീ പറയുകയും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഏതായിരുന്നു ലെറ്റർ ചോദിച്ചാൽ അവൻ അറിയില്ല, മറന്നുപോയപ്പോഴേക്ക്. പിറ്റേ ദിവസം ചോദിച്ചാൽ പിന്നെ പറയാൻ വേണ്ട, അറിയില്ല. അങ്ങനെ പിറ്റേ ദിവസമായപ്പോ ഞാൻ എന്ത് ചെയ്തു, ഇത് നടക്കൂല എന്ന് മനസ്സിലായപ്പോ റാ ഇതേപോലെ വലുതായിട്ട് എഴുതിയിട്ട് നമ്മളെ വുളൻ ത്രെഡ് ഉണ്ടല്ലോ, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഉടുപ്പൊക്കെ തുന്നുന്ന ഒരു ത്രെഡ്, ആ ത്രെഡ് എടുത്തിട്ട് ഈ ലെറ്ററിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ച്, എന്നിട്ട് അവന്റെ വിരല് പിടിച്ചിട്ട് ഇതിലൂടെ ഇങ്ങനെ എഴുതി റാ എന്ന് എഴുതുക, റാ പറയുക. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യിച്ചുകൊണ്ടെന്നു. അതും കുറച്ചു നേരം കഴിഞ്ഞപ്പോ അവന് ഓർമ്മയില്ല. പിറ്റേ ദിവസം വന്ന് ചോദിച്ചപ്പോഴും അവനെ അറിയില്ല. അങ്ങനെ അത് മാറ്റി പിടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവനെ തറയിലിരുത്തി, എന്നിട്ട് ഫ്ലോറിൽ വലുതായിട്ട് റാ എന്ന് എഴുതി കൊടുത്തു. എന്നിട്ട് കുറച്ച് കല്ല് പെറുക്കി കൊണ്ടുവരാൻ പറഞ്ഞു. ഈ കല്ല് ഓരോന്നും റാ ഫുള്ളായിട്ട് ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. റായിലെ മുകളിലൂടെ ഇങ്ങനെ വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇത് വെച്ച് കഴിയുമ്പോൾ നീ റാ എന്ന് പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അവിടെ ഇരുത്തിയിട്ട് നമ്മളൊരു 10 ടൈംസ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു ഇപ്പൊ എന്താ നമ്മൾ പഠിച്ചത് എന്താന്ന് വെച്ചു. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു റാ എന്നാണ് പറഞ്ഞു. അവൻ എണീറ്റ് പൊക്കോളം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, ബുക്കിൽ എഴുതി ചോദിച്ചു ഇത് ഏതാണ് ലെറ്റർ ചോദിച്ചു. അവൻ അറിഞ്ഞൂടാ. അപ്പോ ഇതേപോലെ വീട്ടിൽ പോയിട്ട് നീ ചെയ്യണം എന്നാണ്. പിറ്റേ ദിവസം വന്നു, ഞാൻ ബുക്കിൽ എഴുതി കാണിച്ചു കൊടുത്തപ്പോ ആൾ ആ ലെറ്ററേ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്നലെ നമ്മള് കല്ലുകൊണ്ട് ചെയ്തില്ലേ, അതേതായിരുന്നു ലെറ്റർ ചോദിച്ചു. അപ്പൊ എടുത്ത പാടെ പറഞ്ഞു അത് റായല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പൊ എനിക്ക് മനസ്സിലായി ആള് കൈനസ്തെറ്റിക് ലേണറാണ്. കണ്ടാലോ കേട്ടാലോ ആള് പഠിക്കൂല, ആൾക്ക് ചെയ്തിട്ട് പഠിക്കണം. അങ്ങനെ അവൻ റാ പഠിച്ചു, നാ പഠിച്ചു, 1, 2 അത്രയും പഠിച്ചു അവന്. അവന്റെ വീട്ടുകാർക്ക് തന്നെ ഭയങ്കര സന്തോഷം. കാരണം അവര് നിൽക്കാന്നിട്ട് തെറാപ്പിക്ക് കൊണ്ടുപോകുന്നവരാ. സ്പീച്ച് കൊടുക്കുന്നുണ്ട്, ഫിസിയോ കൊടുക്കുന്നുണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്, തെറാപ്പി സെന്ററിൽ സ്കൂള് വരുന്നതിന്റെ പുറത്ത് തെറാപ്പി സെന്ററിൽ പോകുന്നുണ്ട്. എന്നിട്ടൊന്നും ഒരു ഇമ്പ്രൂവ്മെന്റും കണ്ടിട്ടില്ല. അതിപ്പോ അവര് പഠിപ്പിച്ചാൽ മാത്രം പോരാ, വീട്ടുകാരുടെ സപ്പോർട്ടും കൂടെ വേണം. അതുകൊണ്ട്
എന്തായാലും ഒരു മാറ്റം കാണാത്തൊരു കുട്ടിക്ക് വളരെയധികം ഡെവലപ്മെന്റ് ഉണ്ടായി. നമുക്കും അത് സന്തോഷമാണല്ലോ ആലോചിക്കുമ്പോൾ. അപ്പോൾ ഒന്നാമത് കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ നമുക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അവനനുസരിച്ച് നമ്മൾ മെറ്റീരിയലും ലേണിംഗ് സ്ട്രാറ്റജിയും ഒക്കെ മാറ്റിക്കൊണ്ടിരുന്നു. കാരണം നമുക്കറിയാം പുവർ മെമ്മറി ഉള്ള കുട്ടി ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യപ്പെട്ടു പോയിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയുള്ളൊരു കുട്ടീനെയാണ് നമ്മൾ പഠിപ്പിക്കാൻ വന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. ലോ ഇന്റലിജൻസ് ആണ്, പുവർ മെമ്മറി ആണ്. അപ്പൊ ഇവര് പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. നമ്മുടെ TLM ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയലിൽ എന്തോ ഒരു അപാകത ഉണ്ട്, അത് ഇവർക്ക് മാച്ച് അല്ല. അല്ലെങ്കിൽ നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജി ഇവർക്ക് മാച്ച് അല്ല എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. വേറൊരു കാര്യം, ഇവർക്ക് ഒട്ടും ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല. നമ്മൾ സംസാരിക്കുമ്പോഴായാലും നമ്മൾ കണ്ണിൽ നോക്കൂല, വേറെ എങ്ങോട്ടെങ്കിലും നോക്കും. അപ്പൊ നമ്മളൊരു കാര്യം എഴുതി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ വിചാരം നമ്മളിത് എഴുതി കൊടുക്കാനല്ലോ, നമ്മളും കുനിഞ്ഞിട്ടായിരിക്കുക. അപ്പൊ ഇവർ ഇങ്ങോട്ടാ നോക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുക, ഇങ്ങനെ കുനിയും, കണ്ണ് വേറെ എങ്ങോട്ടെങ്കിലും പോകും. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഞാൻ അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഒരു കുട്ടീനെ. ഇങ്ങനെ കുനിഞ്ഞിരുന്നിട്ട് അപ്പൊ ഞാൻ വിചാരിക്കും കണ്ണ് ഇങ്ങോട്ട് തന്നെയാ നോക്കുന്നത്. അങ്ങനല്ല, കുനിഞ്ഞിരിക്കുന്നുണ്ട് ആള്, പക്ഷെ കണ്ണ് വേറെ എങ്ങോട്ടാണ്, ബുക്കിലോട്ടല്ല നോക്കുന്നത്. ഇപ്പൊ 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കത് മനസ്സിലായത്, അങ്ങനെ ആൾക്കാരെ പറ്റിക്കാന്നുള്ളത്. ഐ കോണ്ടാക്ട് ഇല്ലാതെ നമുക്കറിയാം, പക്ഷെ ഇത് ഇങ്ങനെ ആവുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ ഓരോ കുട്ടിയും എന്തായാലും ഡിഫറെന്റ് ആണ്. സംസാരിക്കുന്ന സമയത്തൊന്നും ആണെങ്കിലും ഇവർക്ക് കണ്ണിൽ നോക്കി സംസാരിക്കാൻ അറിഞ്ഞൂടാ. നമ്മളത് ട്രെയിൻ ചെയ്ത് ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് മാറ്റിയെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റിയിലെ എല്ലാ കുട്ടികൾക്കും അറ്റൻഷൻ ഡെഫിസിറ്റ് ഉണ്ടാവും, അതുപോലെ കോൺസെൻട്രേഷനും ഒട്ടും ഉണ്ടാവില്ല. അതൊക്കെ നമ്മൾ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുത്തിട്ട് ഇവരെ മാറ്റിയെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടാവില്ല. അതായത് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കൈകൊണ്ടാണ് ചെയ്യുന്നത് വിചാരിക്കുക, അതാ നമ്മൾ എഴുതാണ് വിചാരിക്കുക. നമ്മൾ ഇങ്ങനെ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിയിട്ട് എഴുതാൻ പറ്റില്ലല്ലോ. നമ്മൾ എഴുതുന്നിടത്ത് നമ്മൾ കണ്ണും കൂടെ വേണം, ഐയും ഹാൻഡും തമ്മിലൊരു കോർഡിനേഷൻ വേണം. എന്നാലേ നമുക്കൊരു പ്രവൃത്തി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം അതില്ല. നീ ഇങ്ങോട്ട് നോക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് നോക്കുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്നുണ്ടോ വേറെ ഇങ്ങോട്ടേലും നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്കൂല. അപ്പൊ ഈ ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടായാലേ ഇവർക്ക് എന്ത് കാര്യവും ഇവർക്ക് നല്ല നമുക്കൊക്കെ ആയാലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്റെ അടുത്തൊരു ഇതേപോലെ സ്കൂളിൽ ഒരു പയ്യനുണ്ട്, പിന്നെ 34 വയസ്സുണ്ട്. ആൾ അതുവരെ ഒരു സ്കൂളിലും പോയിട്ടില്ല, എങ്ങോട്ടും പോയിട്ടില്ല. പാരന്റ്സ് കുറച്ച് ഏജ്ഡ് ആയതുകൊണ്ട് അതിനെക്കുറിച്ചൊരു അവെയർ അല്ല അവര്. അങ്ങനെ ഞങ്ങള് പിന്നെ അവരുടെ വീട്ടിലൊക്കെ പോയി സംസാരിച്ച് സെറ്റാക്കിയിട്ട് അങ്ങനെയാണ് സ്കൂളിൽ കൊണ്ടുവരുന്നത്. 34 വയസ്സായിട്ടുണ്ട്, നിങ്ങൾ ആലോചിക്കണം. അവൻ ആ സ്കൂളിൽ വരുമ്പോൾ അവന്റെ മസിൽസ് ഒക്കെ ഭയങ്കര ടൈറ്റാ. എക്സസൈസ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളെ കുഴങ്ങിപ്പോകും. കാരണം ഈ കൈ പിടിച്ചിട്ട് ഇങ്ങനെ കറക്കുക എന്ന് പറയുമ്പോഴേക്ക് നമ്മളെന്തോ യന്ത്രം പിടിച്ച് കറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അത്രയും ടൈറ്റ് ആയിട്ട് പിടിക്കും. കാരണം അവൻ അറിയില്ല കൈ ലൂസാക്കണമെന്ന്. എന്റെ കൈയിന് ഇത്തരം സാധ്യതകൾ ഉണ്ടെന്ന് അവൻ അറിയില്ല. എന്റെ കാല് കൊണ്ട് ഇങ്ങനെയൊക്കെ ചലിപ്പിക്കാം, എന്റെ കാലിന് ഇത്രയും സാധ്യതകൾ ഉണ്ടെന്ന് അവനറിയില്ല. കാരണം കൈ എന്തിനാ, കാലെന്തിനാ, കണ്ണെന്തിനാന്ന് അറിഞ്ഞൂടാ. പിന്നെ പാരന്റ്സിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കുട്ടിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവര് സ്നേഹിക്കും, പക്ഷെ അത് യഥാർത്ഥത്തിൽ ഈ കുട്ടിനെ പീഡിപ്പിക്കുകയാണ്. ഈ ലാളിച്ച് വഷളാക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, എല്ലാം അങ്ങ് ചെയ്തു കൊടുക്കും. അപ്പൊ ഇവന് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമില്ല. ചോറാണെങ്കിലും വാരി കൊടുക്കും. അപ്പൊ പിന്നെ ഈ വിരൽ എന്തിനാന്ന് അവൻ അറിയോ? ഇല്ല. ചോറ് വാരി കൊടുക്കുകയാണ്, ഭക്ഷണത്തിന് ആവശ്യപ്പെടുന്ന പോലും ഇല്ല. അപ്പത്തിന് വിശക്കുന്നുണ്ടാവും വിചാരിച്ച് ഭക്ഷണം വിളമ്പി കൊടുക്കുക. അവിടെ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു അവസരം കൊടുക്കുന്നില്ല, കമ്മ്യൂണിക്കേഷനും അറിയില്ല. അപ്പൊ ഈ കുട്ടി ഞങ്ങളടുത്ത് വരുമ്പോൾ ഒരു ബിഗ് സീറോയാണ്. അപ്പൊ ആളെ ഞങ്ങൾ അങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് സെറ്റാക്കി. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോൾ ഇവന്റെ ഉമ്മ അന്ന് സ്കൂളിൽ വരികയായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവര് ഫുഡൊക്കെ ഉമ്മനെ എടുത്തു കൊടുക്കുന്നു, ഉമ്മന്റെ പാത്രം തുറന്നു കൊടുക്കുന്നു, ഇവൻ കഴിക്കുന്നു. ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ വാരി കൊടുക്കുകയും ചെയ്യും. കണ്ടാൽ ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് വേണം ചെയ്യുന്നതുകൊണ്ട് പിന്നെ വാരി കൊടുക്കുന്ന പരിപാടി അവിടെ നിർത്തി ഇവ കഴിക്കാൻ തുടങ്ങി. അപ്പോഴും കൂട്ടത്തിലിരിക്കൂല, ബാക്കി ഒറ്റയ്ക്ക് പോയിട്ടിരിക്കും. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അത് കൂട്ടത്തിലൊക്കെ ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസമാണ് ഞങ്ങൾ ഒരു കാര്യം വായിച്ചത്, അതാണ് പറയാൻ വന്നത്. ഇവന്റെ പാത്രം എടുത്തിട്ട് ബാഗിൽ ഇടാൻ പറഞ്ഞു. അവന്റെ ഉമ്മ കൊണ്ടുപോയിട്ട് ഇടേന്. അപ്പൊ പറഞ്ഞു എന്തിനാ ഞങ്ങൾ കൊണ്ടുപോയിരുന്നത്, ഓനെ ഇടൂലെ ബാഗിൽ, അവന്റെ അടുത്ത് കൊടുക്കുന്നത്. അപ്പോ ബാഗിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ബാഗ് തുറക്കാൻ ഇവൻ അറിഞ്ഞൂടാ. 34 വയസ്സുള്ള ഒരാൾക്ക് ബാഗ് തുറക്കാൻ അറിഞ്ഞൂടാ, കയ്യിന് ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാനിങ്ങ് ഷോക്കായി പോയി. ബാഗ് തുറക്കാൻ അറിയില്ലേ, സിബ് പിടിച്ച് തുറക്കാൻ അറിയില്ലെന്ന് വെച്ചപ്പോ ഇല്ല എന്ന് പറഞ്ഞോട്. ഇല്ല, സംസാരിക്കാൻ കുറച്ച് ഡിലേ ആണ്, പക്ഷെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ കാരണം എന്താ, ഈ 2 വിരൽ ഉപയോഗിച്ചിട്ട് സിബ് പിടിക്കാൻ കഴിയില്ല. ഞാനത് ശ്രമിച്ചപ്പോ അവന്റെ കൈ ഇങ്ങനെ ഷിവർ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ കൈക്ക് മുറുക്കി പിടിച്ചിട്ട് നമ്മളെ ഫിസിക്കൽ സപ്പോർട്ടോട് കൂടി അത് ചെയ്യിച്ച്. അങ്ങനെ 2-3 ദിവസം ഞങ്ങളത് ചെയ്യിച്ച്. പിന്നെ നമ്മൾ ഫിസിക്കൽ പറ്റ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് പറയാൻ തുടങ്ങി. വെർബൽ പ്രോംപ്റ്റിങ്ങിലൂടെ അങ്ങനെ ചെയ്യും പറയാൻ തുടങ്ങി. അങ്ങനെ അവൻ അത് ചെയ്ത് പിന്നെ അത് ഒഴിവാക്കി. ഇപ്പൊ അവന് തനിയെ അവന് ഭക്ഷണം പ്ലേറ്റ് എടുക്കുന്നു, ടിഫിൻ തുറക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കൈ കഴുകുന്നു, വാ കഴുകുന്നു, പ്ലേറ്റ് വൃത്തിയായിട്ട് കഴുകുന്നു, ബാഗിൽ കൊണ്ടുപോയിട്ട് ഇടുന്നു. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ ഐ ഹാൻഡ് കോർഡിനേഷൻ ഇല്ലാത്തൊരു പ്രശ്നം, അതുപോലെ ഫൈൻ മോട്ടോർ സ്കിൽ ഇല്ലാത്തൊരു പ്രശ്നം, ഇതൊക്കെയാണ് ഇവർക്ക് ഇങ്ങനെ
ഇത്തരം കാര്യങ്ങളിലൊക്കെ ഡിലേ വരാൻ കാരണം, ചെയ്യാൻ പറ്റാത്ത പ്രയാസങ്ങളൊക്കെ നേരിടാൻ കാരണം. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇന്ന കാരണം കൊണ്ട് ഒരു കുട്ടി ജനിക്കുന്നു എന്ന് എവിടെയും പറയുന്നില്ല. സാധ്യതകൾ മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇപ്പോഴും റിസർച്ച് ഒക്കെ നടക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയുന്നില്ല ഇതാണ് കാരണം, ഇതുകൊണ്ട് ഇന്ന കുട്ടികൾ ഉണ്ടാവും എന്ന് പറയുന്നില്ല. പക്ഷെ ഒരുപാട് സാധ്യതകൾ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന ഒരു കാര്യമാണ് കോൺസാങ്ഗ്വിനിറ്റി മാരേജ്. അതായത് നമ്മുടെ റിലേഷൻ തന്നെ, നമ്മുടെ രക്തബന്ധത്തിൽ നിന്ന് നമ്മുടെ റിലേഷൻ നമ്മൾ കല്യാണം കഴിക്കുക. അങ്ങനെയുള്ളവർക്ക് ഉണ്ടാവുന്ന കുട്ടികൾ മിക്കവാറും ഇങ്ങനെയുള്ള ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ജനറ്റിക് ഒരു ഫാക്ടറാണ്. ഇപ്പൊ അച്ഛനോ അമ്മക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ, സിബ്ലിങ്സിന് ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുട്ടി ജനിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ പാരന്റ്സിന്റെ ഏജ് ഒരു ഘടകമാണ്. ഒരുപാട് ഏജ്ഡ് ആയിട്ട് പ്രഗ്നന്റ് ആവുന്ന ലേഡീസിന് ഇങ്ങനെയുള്ള കുട്ടികൾ ജനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ പ്രഗ്നൻസി ടൈമിൽ ആൽക്കഹോളിന്റെയും ടൊബാക്കോന്റെയും യൂസേജ്, അത് വലിയൊരളവിൽ ഇതിന് സാധ്യത പറയുന്നുണ്ട്. പിന്നെ പ്രഗ്നൻസി സ്റ്റേജിൽ അമ്മയ്ക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അമ്മ ഉപയോഗിക്കുന്ന മരുന്നിന്റെ സ്വാധീനം, ഇതൊക്കെ കുട്ടികളെ ബാധിക്കും. അമ്മയുടെ കാലിന് ഓവറായിട്ട് നീരൊക്കെ വരൂലേ ആ ഒരു സമയത്ത്, അങ്ങനെ വരുന്നത്, അമ്മ ഉപയോഗിക്കുന്ന ഡ്രഗ്സ്, അതുപോലെ അമ്മ കഴിക്കുന്ന ഭക്ഷണം, അതിൽ ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത്, അതുപോലെ അമ്മക്ക് എന്തെങ്കിലും ഓവറായിട്ട് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള കാരണങ്ങളായേക്കാം എന്ന് പറയുന്നു. പിന്നെ ഡെലിവറി സമയത്തുള്ള കോംപ്ലിക്കേഷൻസ്, അതായത് ഡെലിവറി കുറെ നേരം നീണ്ടു നിൽക്കുന്ന ഒരു ഡെലിവറി, പ്രൊലോങ്ഡ് ഡെലിവറി ആണെങ്കിൽ അവിടെ കുഞ്ഞിന് ചിലപ്പോൾ ഇതുപോലെ ന്യൂറോ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു കുട്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുക്കിൾ കൂടി ചുറ്റുന്ന ഒരവസ്ഥ, കുട്ടി മഷി കുടിക്കുന്ന ഒരു അവസ്ഥ, പിന്നെ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടുള്ള ഡെലിവറി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അതുപോലെ ജനിച്ച ഉടനെ കുട്ടിക്ക് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ, കുട്ടി നീല കളറാവൂലേ, അങ്ങനെയുള്ള ഒരവസ്ഥ. അതുപോലെ ബർത്ത് വെയിറ്റ് വളരെ കുറഞ്ഞ കുട്ടികൾ, ഇത്തരം കുട്ടികളൊക്കെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളവരാവാൻ സാധ്യതയുണ്ട്. ജനിച്ചതിന് ശേഷം കുട്ടിക്കോ അമ്മയ്ക്കോ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുക, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ ഇഞ്ചുറിയോ ഉണ്ടാവുക, ചിലപ്പോൾ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഇഞ്ചുറി ഉണ്ടാവും, ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഒരു വ്യക്തി ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആവാനുള്ള കാരണങ്ങളിൽ ആയേക്കാമെന്ന് നമ്മൾ പറയുന്നു. പിന്നെ ഇവർക്ക് എന്തൊക്കെ സർവീസാ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇവർക്ക് ഇപ്പൊ സംസാരിക്കാൻ പ്രയാസമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് നമുക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കാം. ശാരീരികമായിട്ട് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ, നടക്കാൻ പ്രയാസം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി കൊടുക്കാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. സംസാരിക്കാൻ പ്രയാസമുള്ള കുട്ടിക്ക് മാത്രം മതി സ്പീച്ച് തെറാപ്പി. കയ്യിനോ കാലിലോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം മതി ഫിസിയോതെറാപ്പി. പക്ഷേ ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയർ തെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള എല്ലാവർക്കും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകൾ, തെറാപ്പി സെന്ററുകൾ, ഓട്ടിസം സെന്റർ, ബഡ്സ് സ്കൂളുകൾ, സ്പെഷ്യൽ സ്കൂളുകൾ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഇത്തരം സേവനങ്ങൾ ലഭ്യമാണ്. നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ, അതായത് കുട്ടിയുടെ ഡെവലപ്മെന്റ് ഒക്കെ ഡിലേ ആവുമ്പോൾ തന്നെ നമ്മൾ അതിൽ ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ്. ഏർലി ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഏർലി ഇന്റർവെൻഷൻ എന്നാ പറയാ. എത്രയും നേരത്തെ നമ്മൾ കണ്ടെത്തി എത്രയും നേരത്തെ അതിൽ ഇടപെടലുകൾ നടത്താനാണ് നോക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ വീട്ടില് പ്രായം ചെന്നവരുണ്ടെങ്കിൽ, പഴമക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയാം, അത് കുഴപ്പമില്ല, ഓന്റെ മൂത്താപ്പ ഇങ്ങനെ തന്നെയായിരുന്നു, കുറെ വൈകിട്ടാ നടന്നത്, എളാപ്പന്റെ മോള് ഇങ്ങനെയായിരുന്നു, ഒന്നും സംസാരിക്കൂലായിരുന്നു, പിന്നെ പണി പോലെ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ, അതൊന്നും വിഷയമല്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രായം ചെന്നവർ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പൊ നമ്മൾ അത് അത്രയും സില്ലി ആയിട്ട് കാണാതിരിക്കുക. കുട്ടിക്ക് എന്തെങ്കിലും ഇപ്പൊ കഴുത്തുറക്കാൻ ഡിലേ ആവുമ്പോ തന്നെ നമ്മൾ ഒരു സംശയദൃഷ്ടിയോട് കൂടി കാണണം. നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ അപ്പൊ തന്നെ കൊടുക്കണം. ഒരു പീഡിയാട്രീഷ്യനെ കാണാം. പീഡിയാട്രീഷ്യന്റെ നിർദ്ദേശപ്രകാരം നമുക്കൊരു ഏർലി ഇന്റർവെൻഷൻ സെന്ററിൽ പോവാം. അവിടെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഉണ്ട്. അതായത് സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, അങ്ങനെ കുറെ പേരടങ്ങുന്ന ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം എന്നാ പറയാ. അത്രയും പേരുള്ള ഒരു ടീം ഉണ്ട് അവിടെ.
അപ്പൊ ആ ടീമാണ് ഈ കുട്ടീനെ ഡയഗ്നോസ് ചെയ്തിട്ട് ഈ കുട്ടിക്ക് ഏത് ഡിസബിലിറ്റി ആണ്, എത്ര പെർസെന്റേജ് ഉണ്ട്, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഈ കുട്ടിക്ക് ഉള്ളത് എന്ന് പറയേണ്ടത്. ഈ IQ ലെവല് അവരെ ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഈ IQ ലെവൽ വെച്ചിട്ടാണ് പിന്നെ ഈ കുട്ടിക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കേണ്ടത്. IQ ലെവലിന്റെ ബേസിലായിട്ടാണ് ഓരോ ട്രെയിനിങ്ങും കുട്ടിക്ക് കൊടുക്കേണ്ടത്. അതായത് IQന്റെ ബേസിൽ കുട്ടികളെ നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ബിലോ 17 ആയിട്ടുള്ളവരൊക്കെ ഇന്റലക്ച്വലി ഡിസേബിൾഡ് ആണ്. അപ്പൊ അതിനെ തന്നെ IQന്റെ ലെവൽ നമ്മൾ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും IQ കുറഞ്ഞവരാണ് 19-ൽ താഴെ IQ ഉള്ളവർ. അവർ നമ്മൾ പ്രൊഫൗണ്ട് കേസ് എന്നാ പറയാം. അത്രയും ആ ഡിസബിലിറ്റിന്റെ തീവ്രത അത്രയും കൂടുതലായിരിക്കും അവർക്ക് ഒട്ടും ഐ കോണ്ടാക്ട് ഉണ്ടാവില്ല, ഐ ഹാൻഡ് കോർഡിനേഷൻ ഉണ്ടാവില്ല, അറ്റൻഷനും കോൺസെൻട്രേഷനും ഉണ്ടാവില്ല, ഫൈൻ മോട്ടോറിന്റെ ആ ഒരു പ്രവർത്തനങ്ങൾ ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് നമ്മൾ അത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് കൊടുക്കുക. അതായത് പെഗ് ബോർഡ് അറേഞ്ച്മെന്റ്, പിന്നെ അതുപോലെ മെഡിറ്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ കൂട്ടാൻ സഹായിക്കും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ ഗൂഗിൾ ചെയ്താൽ ഒരുപാട് ആക്ടിവിറ്റീസ് കിട്ടും അറ്റൻഷനും കോൺസെൻട്രേഷനും കൂട്ടാനായിട്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, 2 ബോട്ടിൽ എടുക്കുക. അതൊക്കെ ഞങ്ങൾ അവിടെ ചെയ്യിക്കുന്ന ആക്ടിവിറ്റീസ് ആട്ടോ. അപ്പൊ അതിൽ ഒരു ബോട്ടിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വെള്ളം നിറച്ചു വെക്കും, മറ്റേ ബോട്ടിൽ കാലിയായിരിക്കും. എന്നിട്ട് ഈ ബോട്ടിലെ വെള്ളം ഈ ബോട്ടിലോട്ട് ഒഴിക്കാൻ പറയാം, തുള്ളി പുറത്തു പോകരുത്. അപ്പൊ വെച്ചാല് പിന്നെ ഐ ഹാൻഡ് കോർഡിനേഷനും വേണം, അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ വേണം. ഇതൊരു ഗെയിം പോലെ ചെയ്യുക, ആരാ ജയിക്കാന്നൊക്കെ നോക്കിയിട്ട്. അപ്പൊ കുട്ടികൾക്ക് കുറച്ച് ഇൻട്രസ്റ്റീവ് ആയിരിക്കും. പിന്നെ ഈ വെള്ളത്തിന്റെ കളർ നമ്മൾ മാറ്റുന്നുണ്ടല്ലോ, അപ്പൊ അതൊക്കെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്ക് ചെയ്യാൻ. അതുപോലെ ഫൈൻ മോട്ടോറിന്റെ കാര്യം പറഞ്ഞു. ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ് ഇവർക്ക് പിന്നെ ഉണ്ടായിരിക്കൂല. പിന്നെ ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം പാരന്റ്സ് ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് ഇവർക്ക് ഇതിന്റെ ഉപയോഗം അറിയില്ല. അപ്പൊ പരമാവധി അവരെ കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിക്കുക. ഈ സ്പോഞ്ച് ബോൾസ് കൊടുക്കുക, എന്നിട്ട് അതിങ്ങനെ സ്ക്യൂസ് ചെയ്യാൻ പറയാം. അത് നിരന്തരം ചെയ്യിച്ചുകൊണ്ടിരിക്കുക. വീട്ടിൽ നിന്നായാലും തെറാപ്പി സെന്ററിൽ നിരന്തരം അത് ചെയ്യിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ക്ലേ കൊടുത്തിട്ട് അതിങ്ങനെ ഉരുട്ടാനും അതുകൊണ്ട് പല ഷേപ്പ് ഉണ്ടാക്കാനൊക്കെ പറയാം. നമ്മൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കണം. അപ്പൊ അവർക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അവരെ കൊണ്ടും ചെയ്യിക്കാം. ഇതൊക്കെ 1 തവണ 2 തവണ ചെയ്യിച്ചിട്ട് കാര്യമില്ല, നിരന്തരം ചെയ്യിക്കണം. പിന്നെ ക്ലാപ്പ് ചെയ്യാൻ പറയാം, ക്ലാപ്പിംഗ് എക്സസൈസ്. അതുവരെ ഇപ്പൊ കുട്ടികൾ കളിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ പോപ്പിറ്റോ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അതിങ്ങനെ പ്രസ് ചെയ്യലാണല്ലോ വിരൽ ഉപയോഗിച്ചിട്ട്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറയാം. അപ്പൊ ഈ ഫൈൻ മോട്ടോറിന്റെ കുറെ ഇവർക്ക് അറിയില്ലല്ലോ, ഫൈൻ മോട്ടോറിന്റെ സാധ്യതകളൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ ആ കുറെ സാധ്യതകൾ ഇവർ പഠിച്ചെടുക്കും. അതുപോലെ സിവിയർ കേസ് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അവർക്ക് പിന്നെ ഈ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ കുറച്ചുകൂടെ ഉണ്ടായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമുക്ക് സെൽഫ് കെയർ പഠിപ്പിച്ചു കൊടുക്കാം. നേരത്തെ പറഞ്ഞ ഈറ്റിംഗ്, ബാത്തിങ്, ടോയ്ലറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനവന്റെ സെൽഫ് കെയറുകളൊക്കെ സിവിയർ ആയിട്ടുള്ള അവരെ പഠിപ്പിക്കാം. ഒരേ സമയത്ത് നമുക്ക് 3 ഗോൾ സെലക്ട് ചെയ്യാം. അതായത് ഒരു സെൽഫ് കെയർ പഠിപ്പിക്കാം, ഒരു പ്രീ റൈറ്റിംഗ് സ്കില്ല് പഠിപ്പിക്കാം, ഒരു പ്ലേയും പഠിപ്പിക്കാം. പ്ലേ എന്ന് പറഞ്ഞാൽ കളിയൊന്നും കളിയല്ല, കളി കാര്യമാണെന്ന് പറഞ്ഞ പോലെ കളിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഒരു കുട്ടി കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്, സോഷ്യലൈസേഷൻ മെച്ചപ്പെടുത്തുന്നത്, ടേൺ ടേക്കിംഗ്, അതുപോലെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒക്കെ മനസ്സിലാക്കുന്നത്, ആശയങ്ങൾ പങ്കുവെക്കുന്നത്, മെറ്റീരിയൽസ് പങ്കുവെക്കുന്നത്, അങ്ങനെ ഒരുപാട് സംഗതികൾ കളിയിലൂടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പ്ലേ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ പ്രീ റൈറ്റിംഗ് സ്കില്ല് പറഞ്ഞാൽ ചിലപ്പോൾ പെണ്ണ് പിടിക്കാനേ അറിയില്ല. അപ്പൊ ആ പെണ്ണ് പിടിക്കാൻ അറിയാത്ത കുട്ടീനെ അതിന് പഠിപ്പിക്കണം. എന്നിട്ട് സ്ക്രിബ്ലിംഗ് ആക്കാം. ഈ സ്ക്രിബ്ലിംഗ് നമ്മൾ ക്രമേണ കളറിംഗ് ആക്കി മാറ്റണം. അതായത് ആദ്യം ഒരു പേപ്പർ കൊടുത്തിട്ട് വെറുതെ സ്ക്രിബിൾ ചെയ്യാൻ പറയും. അപ്പൊ ഈ പെണ്ണ് പിടിക്കുന്നത് ശരിയാവും. ഈ സ്ക്രിബ്ലിംഗ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിന്റെ ബൗണ്ടറി വരക്കും. അതായത് ഒരു സർക്കിളോ ഒരു സ്ക്വയറോ റെക്ടാങ്കിളോ വരക്കും. എന്നിട്ട് പറയും ഇനി കുത്തി വരക്കുന്നതിന്റെ അപ്പുറം പോകരുതെന്ന് പറയും. പെൻസിൽ മാറ്റിയിട്ട് നമ്മളവിടെ കളർ കൊടുക്കും. അപ്പൊ സ്ക്രിബ്ലിംഗ് എന്തായി മാറി, കളറിംഗ് ആയി മാറി. അങ്ങനെ ആ ആക്ടിവിറ്റി നമ്മൾ അവരെ കൊണ്ട് പുറത്തു പോവാണ്ട് ഒരു ഗെയിം എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അവരതിൽ ജയിക്കാൻ നോക്കുമല്ലോ. ഒരു മത്സര ബുദ്ധി കൂടെ നമ്മൾ അവിടെ പഠിപ്പിക്കും. അങ്ങനെ കളറിങ് പഠിപ്പിക്കാം. അതുപോലെ എന്തെങ്കിലും ഒരു ചിത്രം വരച്ചു കൊടുത്താൽ അതിന്റെ മുകളിലൂടെ ട്രേസ് ചെയ്യാൻ പറയാം. ക്രമേണ അത് ഡോട്ട് ജോയിനിങ് ആക്കി മാറ്റാം. ഇത് സിവിയർ ആയിട്ട് കുട്ടീനെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യമാണ്. ഇനി ഒരു മോഡറേറ്റ് ലെവൽ എന്ന് പറയുമ്പോൾ അതിനേക്കാളും മെച്ചപ്പെട്ട ഐക്യമുള്ളവരാണ്. അപ്പൊ അവരെ നമുക്ക് ലെറ്റേഴ്സ് പഠിപ്പിച്ചു തുടങ്ങാം. അപ്പൊ ഈ കുട്ടി ട്രേസ് ചെയ്യാനും പഠിച്ചു, ഡോട്ട് ജോയിനിങ്ങും പഠിച്ചു. അത് നേരത്തെ ചിത്രത്തിലാണ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ഒരു അക്ഷരം കൊടുക്കുക. ഒരു റാ എന്ന് പറഞ്ഞ അക്ഷരം എഴുതിയിട്ട് അതിലൂടെ ഇങ്ങനെ മുകളിലൂടെ എഴുതാൻ പറയാം. ക്രമേണ അക്ഷരം വായിച്ചിട്ട് അത് ഡോട്ട് മാത്രമാക്കി മാറ്റാം. ഡോട്ട് ജോയിൻ ചെയ്യാൻ പറയാം. അപ്പൊ കുട്ടി അക്ഷരം പഠിച്ചു. അതുപോലെ ചെറിയ ചെറിയ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് അവിടെ പഠിപ്പിക്കാം. ഫാർ, നിയർ, ലിറ്റിൽ, ഷോർട്ട്, ബിഗ്, സ്മോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മോഡറേറ്റ് ലെവലുള്ള കുട്ടീനെ നമുക്ക് പഠിപ്പിക്കാം. പിന്നെ എന്താണ്, കൗണ്ടിങ് പഠിപ്പിക്കാം. ജസ്റ്റ് വെറുതെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കാം. അതുപോലെ മീനിങ് ഫുൾ ആയിട്ട് കൗണ്ട് ചെയ്യാം. അപ്പൊ 1 എന്ന് പറയുമ്പോൾ ഒരു സാധനം എടുത്ത് വെച്ച് കൊടുക്കാം, 2 പറയുമ്പോൾ 2 എടുത്ത് വെച്ച് കൊടുക്കാം. ആ രീതിയിൽ മീനിങ് ഫുൾ ആയിട്ടുള്ള
കൗണ്ടിങ്സ് പഠിപ്പിച്ചു കൊടുക്കാം. അതുപോലെ മൈൽഡ് ലെവൽ, മൈൽഡ് ആണ് ഏറ്റവും ഒരു 70 69 51 ഇടയിൽ ഐക്യമുള്ളവർ. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ നല്ല കൺസെപ്റ്റുകൾ പഠിപ്പിച്ചു കൊടുക്കാം. അതായത് മണി കൺസെപ്റ്റ്, ക്ലോക്ക് റീഡിങ്, കലണ്ടർ റീഡിങ്, പിന്നെ ഷോപ്പിംഗ്, പർച്ചേസിങ്, അതുപോലെ എന്താണ് ക്ലീനിങ്, ചെറിയ രീതിയിലുള്ള കുക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മൈൽഡ് ലെവൽ ഐക്യമുള്ളവരെ നമുക്ക് പഠിപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പ്രൊഫൗണ്ട് ഈ കാറ്റഗറിയാണ് സംസാരിച്ചത്. നമ്മുടെ ഐക്യം ആണെങ്കിൽ 90 110 ഇടയിലാണ്. ഇവർ ഐക്യം 70 താഴെയാണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, 70 90 ഇടയിലുള്ളവർ. ഇവര് ഐഡിന്ന് പോന്നു ചെയ്തു, നമ്മളെ അടുത്ത് എത്തിയിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇവർ കിടക്കുന്നത്. ഇവരെങ്ങോട്ടും പോകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ നേരത്തെ തിരിച്ചറിഞ്ഞ് നേരത്തെ ട്രെയിനിങ് കൊടുത്താൽ ഇവര് നമ്മളോടൊപ്പം എത്തും. ഇവരെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഐഡിക്ക് പോവുകയും ചെയ്യും. അത് നമ്മൾ വളരെയധികം ഈ ഒരു കാറ്റഗറീനെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഇവരോട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചുറ്റുവട്ടത്തിലൊക്കെ ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ, ഇങ്ങനെയുള്ള കുടുംബത്തിലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ പാരന്റ്സിന് പരമാവധി പറഞ്ഞു കൊടുക്കുക. പരമാവധി കാര്യങ്ങൾ അവരെ കൊണ്ട് തന്നെ സ്വയം ചെയ്യിപ്പിക്കാൻ പറയാം. കാരണം നമ്മളിത് ഫേസ് ചെയ്യുന്നതാണ്. കുട്ടികളെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും അങ്ങ് ചെയ്തു കൊടുക്കും. ഇവർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും അവിടെ കൊടുക്കൂല. ഒരു മോളുണ്ട്, സ്കൂളിലേ വരലില്ല. അപ്പൊ ഓളെ വല്യമ്മ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഓളെ നോക്കാനായിട്ട് വീട്ടിൽ പിടിച്ചിരുത്തിയതാ. ഞാൻ കുറെ ചിരിക്കും ചെയ്ത് നമുക്ക് വിഷമം തോന്നും. വല്യമ്മ സ്വർഗം കിട്ടുമ്പോഴത്തേക്ക് ഈ കുട്ടി ഒന്നും അല്ലാണ്ടായി പോകും. ഇവക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ? വല്യമ്മ അവളെ നോക്കിയിട്ട് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ പിടിച്ചിരുത്തുകയാണ്. അതാണ് അവസ്ഥ. അത്രയും ഏജ്ഡ് ആയിട്ടുള്ള പാരന്റ് ആണ്. അപ്പോ അങ്ങനെ പാരന്റ്സിന്റെ ഒരു സ്വഭാവം നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെടൂല. ഇവര് പരമാവധി കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അങ്ങനെയല്ല, ഇവര് പരമാവധി ഒറ്റയ്ക്ക് ചെയ്യട്ടെ. ഇവർ സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കുകയാണെന്നാണ് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ഉദ്ദേശം. എല്ലാ കാര്യങ്ങളും അവർ ഒറ്റയ്ക്ക് ചെയ്യട്ടെ. അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അപ്പൊ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോൾ നമ്മളത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഏറ്റവും ചൂഷണങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണിത്. അതായത് ഐഡി മാറ്റാനുള്ള മരുന്നാണിത്. ഓട്ടിസം ഈ മരുന്ന് കഴിച്ചാൽ മാറും, സെറിബ്രൽ പൾസിക്ക് ഇന്ന ഗുളികയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സങ്കടം തോന്നും. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ തുറക്കുമ്പോൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഹോമിയോപ്പതി, ആയുർവേദിക്, അലോപ്പതി എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് ആണ് ഇങ്ങനെ ആൾക്കാരെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാവങ്ങളെ. ഇപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക, ഈ കുഞ്ഞൊന്ന് സംസാരിച്ചെങ്കിൽ, എന്നെ ഒരിക്കലെങ്കിലും ഒന്ന് അമ്മയെന്ന് വിളിച്ചെങ്കിൽ, അപ്പൊ അത് എന്ത് മരുന്നാണ് കിട്ടുന്ന ആ മരുന്ന് നമ്മൾ വാങ്ങിക്കൊടുക്കും. നമ്മൾ ആ പാരന്റിന്റെ സ്ഥാനത്ത് നിന്നും ചിന്തിച്ചാൽ മതി, നമ്മളത് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പാവങ്ങൾ ഒരുപാട് പറ്റിക്കുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ആളുകളെ ഒരുപാട് പറ്റിക്കുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞു, ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി അതിനോടനുബന്ധമായിട്ട് വരുന്ന സംഗതികൾ ഇതൊന്നും അസുഖമല്ല. അസുഖമല്ലാത്തത് കൊണ്ട് തന്നെ ഇതിനൊന്നും മരുന്നുമില്ല. ഇതൊരു കണ്ടീഷനാണ്. ലൈഫ് ലോങ് ആ കണ്ടീഷൻ അവരുടെ കൂടെ ഉണ്ടാവും. പിന്നെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ട്രെയിനിങ്, തെറാപ്പി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരുടെ ലെവല് മെച്ചപ്പെടുത്താം. അവരെ കുറച്ചും കൂടെ പരമാവധി അവരുടെ മാക്സിമത്തിൽ അവരെ ഇൻഡിപെൻഡന്റ് ആക്കാം. ഇതാണ് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. അല്ലാതെ ഇതിന് മരുന്നും മന്ത്രമൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ഉസ്താദിന്റെ അടുത്ത് പോവുക, നൂലൂതുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. പക്ഷെ അതുകൊണ്ട് ഈ കുട്ടിക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുട്ടിക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ, തെറാപ്പി, അതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവിടെ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ നോർമൽ ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടുന്ന ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ മിക്കവാറും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുറെ മനുഷ്യർ നമുക്കിടയിലുണ്ടെന്ന് ഓർക്കുക. അത് ഓർക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് ആ ഡിസൈനിൽ മാറ്റങ്ങൾ വരും. സ്റ്റെപ്പിന് പകരം നമുക്ക് റാമ്പ് വെക്കാനുള്ള ഒരു മെന്റാലിറ്റി അവിടെ വരും. അല്ലെങ്കിൽ അവിടെ ഒരു ലിഫ്റ്റ് വെക്കാനുള്ളൊരു മനസ്സ് നമ്മൾ താനെ കാണിക്കും. അതുപോലെ ഗവൺമെന്റ് ഓഫീസുകൾ, മറ്റു ഓഫീസുകളൊക്കെ ആയിക്കോട്ടെ, ഇത് ചിലപ്പോൾ 7ാം നിലന്റെ മേലായിരിക്കും കിടക്കുക. എന്നിട്ട് ഈ കുട്ടികളുടെ പാരന്റ്സ് ഇവരുടെ ഓരോ ആവശ്യത്തിന് ഈ കുട്ടീനെ പിടിച്ചിട്ടായിരിക്കും പോകുക. ചിലപ്പോൾ കുട്ടികളെ വീട്ടിലാക്കാൻ പ്രയാസമുള്ളവരൊക്കെ ഉണ്ടാവും. അവർ ഈ കുട്ടികളെയും കൂട്ടിയിട്ടാണ് ഈ ഓഫീസുകൾ കയറി ഇറങ്ങുന്നത്. എത്ര നില കയറി ഇറങ്ങണം? അപ്പൊ ഇത്തരത്തിലുള്ള ഓഫീസുകളൊക്കെ ഏറ്റവും താഴത്തെ നില, ഗ്രൗണ്ട് ഫ്ലോറിലാക്കാൻ ശ്രദ്ധിച്ചാൽ അത് വളരെ ഉപകാരമായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കില്ല. കാരണം നമ്മൾ എന്തിനും നമ്മളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നോർമൽ ആൾക്കാരെ വിചാരിച്ചിട്ട് മാത്രമാണ് എന്ത് കാര്യം ചെയ്യുന്നത്. ഇവരെ നമ്മൾ ഒട്ടും പരിഗണിക്കുന്നില്ല. അത് മാറണം. അതിനൊരു മാറ്റം വരണം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇവരെയും കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള സംഗതികൾ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കാര്യവും നേരത്തെ, ഏതൊരു ഡിസബിലിറ്റിയും ഏറ്റവും നേരത്തെ കണ്ടെത്താനും ഏറ്റവും നേരത്തെ അതിൽ ഇടപെടലുകൾ നടത്താനും ശ്രമിക്കാം. അത് വലിയൊരു കാര്യമാണ്. കാരണം അങ്ങനെ നടത്തിയാൽ മാത്രമേ ഡിസബിലിറ്റിയുടെ തോത് കുറച്ചുകൊണ്ട് വരാൻ കഴിയുള്ളൂ. ഒരു 30 വയസ്സായിട്ട് എൻ്റെ അടുത്തെത്തിയ പയ്യന്റെ പോലെ ഒരുപാട് ഏജ് കഴിഞ്ഞിട്ട് വന്നിട്ട് കാര്യമല്ല. നമ്മൾക്കറിയാലോ, നമ്മൾ സിമെന്റ് തേച്ച് പിടിക്കുമ്പോൾ
അന്നേരം നമ്മൾ അതിൽ എഴുതുന്നതൊക്കെ അതേപോലെ പതിഞ്ഞു കിട്ടും. ഒരു 3-4 ദിവസം കഴിഞ്ഞ് അത് ഉറച്ചിട്ട് അവൾ എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമുണ്ടോ? ഒന്നും വരൂല. അതേ ഒരു അവസ്ഥയാണ്. ഒരു 15 വയസ്സ് കഴിഞ്ഞ് ആ ഒരു ഡെവലപ്മെന്റിന്റെ ഏജ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളടുത്ത് വന്നിട്ട് കാര്യമില്ല. ഇവന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഒരു 3 വയസ്സിലെങ്കിലും ഐഡന്റിഫിക്കേഷൻ നടത്തി ഇന്റർവെൻഷൻ കൂടി നടത്തിയാൽ അത് വലിയൊരു ഉപകാരമായിരിക്കും. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാന്, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ മാം, നിങ്ങൾ അവസാനം 35 വയസ്സെന്ന് പറഞ്ഞല്ലോ. ഇതേ ഓക്കെ. ഒരു കേസ് എന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ലേണിംഗ് റെമഡിയേറ്റർ ആണ്. ആ പക്ഷെ ആൾക്ക് ഇപ്പൊ ഒരു ബോധം ഉണ്ടായി. കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഇയാളെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാ, കുട്ടീന്ന് പറഞ്ഞു പോയി. അത് ഇയാളെ നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ എന്ന് വരുമല്ലോ. പറഞ്ഞാല് ഇയാളുടെ പിന്നെ വല്യമ്മയാണ് കുട്ടീനെ നോക്കിയതും വളർത്തിയതും. പഠിപ്പിക്കാനുള്ള കുട്ടി SSLC പാസ്സായിട്ടുണ്ട് ഇയാള്. ആ എങ്ങനെ പാസ്സായെന്ന് ചോദിച്ചാൽ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ എഴുതി പോന്നു. SSLC ആദ്യം ഒരു പ്രാവശ്യം ഫെയിലായി, 2ാം പ്രാവശ്യം എഴുതി ജയിച്ചത്. അതും കൂടി നമ്മൾ ആലോചിക്കണം. സ്വന്തം ഉം പേര് ഇപ്പോ മുഹമ്മദ് മുസ്തഫ എന്നാണ് അയാളുടെ പേര്. മുസ്തഫ മുഹമ്മദ് എഴുതി അയാൾക്ക് വായിക്കാൻ അറിയില്ല. അങ്ങനെ ഒരു 1.5-3 മാസമായി എന്റെ ഒരു ഓൺലൈനിലായിട്ട് ബന്ധപ്പെട്ടതാണ്. ഞാനിങ്ങനെ എന്റെ ഇതൊക്കെ ഒരുപാട് അഡ്വർടൈസ്മെന്റ് കണ്ട്. പക്ഷെ അത് എനിക്ക് എവിടെ ഒരു എത്താത്തപ്പെടാത്ത ഒരു കേസാണ്. ഇത് എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. നമുക്ക് ലൈവ് ഓഫ്ലൈനിലാണ് എന്ത് ചെയ്തു കൊടുക്കുക, ഓൺലൈനിലായത് കൊണ്ട്. ഉം. അങ്ങനെ കേസ് മാമിന് വല്ല എക്സ്പീരിയൻസ് ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ 35 വയസ്സുള്ള പയ്യൻ ഇതുപോലെ തന്നെയാ. അതായത് ഇവരൊരു ഏജ് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്. ഒരു 15 വയസ്സിലൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ മെച്ചപ്പെടുത്തിയെടുക്കാം. ഇപ്പൊ സാറി പറഞ്ഞ പേര് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അവിടെ ഒരു മോളുണ്ട്, 10-22 വയസ്സൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡൗൺ സിൻഡ്രം കാറ്റഗറി പെടുന്നതാണ്. ഞാൻ അവളെ ഉമ്മ എന്നോട് പറഞ്ഞു, ടീച്ചറെ അവളെ എങ്ങനെങ്കിലും അവളെ പേരൊന്ന് എഴുതി കിട്ടിയാൽ മതി, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാൻ 10-17 സ്കൂളിൽ കൊല്ലമുള്ള സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു, ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിച്ചു, ഇതുവരെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെ മെനക്കെട്ട് അവസാനം ഒരു അത്ഭുതം സംഭവിച്ചു. അവൾ പേരെഴുതി. അവള് അവസ്ഥ എങ്ങനെയായിരുന്നു? ഹായ് എഴുതുമ്പോ ഹുസ്ന എന്നാ പേര്. ഹായ് എഴുതുമ്പോ സാ ഓക്ക് ഓർമ്മ ഉണ്ടാവില്ല. ഹായും സായും പഠിക്കുമ്പോ നാ അറിയൂല. ഹായും സായും നായൊക്കെ റെഡിയാക്കുമ്പോ ഇതിന്റെ ഓർഡർ തെറ്റിപ്പോവും. ഒരു ഹാ ഇട്ടിട്ട് ഊന്റെ ചിഹ്നം ഇടും, എന്നിട്ട് ഊന്റെ ചിഹ്നം ഒരു 3-4 ഇട്ട് വെക്കും, എന്നിട്ട് സാ ഒരു 2 ഇട്ടേക്കും, ലാസ്റ്റ് ഒരു നായ ഇടും. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയായിരുന്നു. അത് വളരെയധികം ഒരു ബുക്ക് തന്നെ തീർന്നു പേരെഴുതി. ലാസ്റ്റ് ഒരു ദിവസം ഞാൻ ഇതേപോലെ പറഞ്ഞ് കൂടെ ഇരുന്ന് ഹായ് എഴുതി പറഞ്ഞു. അപ്പൊ ഹായ് എഴുതി, എന്നിട്ട് ഊന്റെ ചിഹ്നം ഇട്ട് പറഞ്ഞു, ഊന്റെ ചിഹ്നിട്ട് സാ എഴുതുമ്പോ നാ എഴുതിയിട്ട് പിന്നെ എങ്ങനെയാണല്ലോ നമ്മൾ സാ എഴുതില്ല. അപ്പൊ നാ എഴുതി അവിടെ അങ്ങ് നിർത്തും. ഞാൻ പറഞ്ഞത് നാ അല്ലല്ലോ, സായൊക്കെ മേലോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോഴും മേലോട്ട് കൊണ്ടുപോയി. ഇനി ചന്ദ്രക്കല കൊടുക്കുന്നത്. അപ്പൊ ആൾ ചന്ദ്രക്കല കൊടുത്ത്. ഇനി നാ എഴുതുന്നത്. അപ്പൊ നാ എഴുതി. ഇതിങ്ങനെ വെർബൽ പ്രോംപ്റ്റിങ്ങിലൂടെ 1-2 മാസം ജയിച്ച് ആ വെർബൽ പ്രോംപ്റ്റിങ്ങിൽ അതങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ പഴയ പോലെ തന്നെ ആവേ, ഇത് പറയുമ്പോ മാത്രം ഇത് റെഡിയായി. അങ്ങനെ 2 മാസത്തോളം അങ്ങനെ എഴുതി. പിന്നെ ഒരു ദിവസം ഞാൻ ഹുസ്ന പേരെഴുതുന്ന് പറഞ്ഞു. അപ്പൊ അവള് വൃത്തിക്ക് എനിക്ക് പേരെഴുതി തന്നു. എനിക്ക് തന്നെ അത്ഭുതം അതെങ്ങനെ സംഭവിച്ചു എന്ന്. കാരണം അത്രയും ലെവല് കുറഞ്ഞൊരു കുട്ടിയായിരുന്നു. അവള് പേരെഴുതി. പക്ഷെ ഒരിക്കലും ഞങ്ങളത് പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങൾ ഒഴിച്ചുവിട്ട കേസായിരുന്നു അത്. എന്നിട്ട് പിന്നെ ഇങ്ങനെയും കൂടെ പറഞ്ഞു, ഏതായാലും പേരെഴുതി ഓളിന് പേരെഴുതും നമുക്ക് വിശ്വാസമല്ല, പ്രതീക്ഷയല്ല, നമുക്ക് എന്ത് ചെയ്യാം, അവള് പേര് ഐഡന്റിഫിക്കേഷൻ ഉണ്ടോ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ഓളെ പേരും എഴുതി, വേറെ 3-4 പേരും എഴുതി. ഞാൻ ചോദിച്ചു അതിൽ എന്റെ പേര് എഴുതാന്ന് ചോദിച്ചു. അപ്പൊ അവള് കറക്റ്റ് അവളുടെ പേര് എനിക്ക് കാണിച്ചു തന്നു. അത് ഭയങ്കര സന്തോഷം. അപ്പൊ അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. പക്ഷെ അത്ഭുതം എന്ന് പറയാ, സന്തോഷം എന്ന് പറയാ, അവള് പേരെഴുതി. അതെല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 35 വയസ്സുള്ള ഒരു പയ്യൻ, അവനിനി എന്താ അവർക്ക് പഠിക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നല്ലാതെ വേറെ മാർഗ്ഗമല്ല. മാത്രല്ല ഞാൻ പറഞ്ഞു, ഇവർ കുറെ എഴുത്തും വായനയും പഠിപ്പിച്ചിട്ട് ഇവരെ ഗദ്യോ പദ്യോ ഒന്നല്ല പഠിപ്പിക്കേണ്ടത്. ഇവരുടെ ലൈഫിന് ഏറ്റവും ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ ഇവർക്കൊരു ജോലി ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കും, ഒരു വരുമാനം ഉണ്ടാവും അല്ലോ. അപ്പൊ ഈ പഠിക്കാൻ പിറകോട്ടുള്ള ഒരു കുട്ടീനെ നമ്മൾ പിന്നെ അതിന് നിർബന്ധിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത്രയും ഏജ് കഴിഞ്ഞിട്ടാണ് നമ്മളെ കൈ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫിസിക്കലായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ട് അവൻ എന്തെങ്കിലും വരുമാനം കിട്ടുന്ന മാർഗം ഉണ്ടോ എന്നാ നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ ഈ മോനെ അതാ ചെയ്യാൻ പോകുന്നത്. ഇവന് നന്നായിട്ട് ബീഡ്സ് കോർക്കും. അപ്പൊ ഞാൻ ഇപ്പൊ എന്ത് ചെയ്തു, ഇൻസ്റ്റാഗ്രാം വഴി കണ്ട് ഹെയർ ബെൻഡ് മേക്കിങ്ങിന്റെ കുറെ മെറ്റീരിയൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതാവുമ്പോ ഒരു വയറ് പോലെ ഒരു ഹെയർ ബെൻഡാ, വണ്ണമില്ലാത്ത. അതിൽ ഈ ബീഡ്സ് ഇങ്ങനെ കോർത്തിട്ടാ മതി. കാണുമ്പോൾ നല്ല കളർഫുൾ ബീഡ്സ് ആണ്, നല്ല മെറ്റീരിയൽ. അതുപോലെ ഒരു ട്യൂബ് കിട്ടും ഗ്ലിറ്റർ ഒക്കെ ഉള്ള, അതും ഇങ്ങനെ കോർത്തിട്ടാ മതി. ഇത് സംഗതി ഉണ്ടാക്കാൻ ഒരു പണിയില്ല, ജസ്റ്റ് കോർക്കല് മാത്രമേ ഉള്ളൂ. കാരണം ഈ ബീഡ്സ് ഇവൻ കോർക്കുന്നതാണല്ലോ. അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അത് ഇവന്റെ ലെവലിലുള്ളവരെ കൊണ്ടൊക്കെ അത് ചെയ്തിട്ട്
ഇവർക്ക് എന്തെങ്കിലും വരുമാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലാതെ നമ്മൾ കുറെ അവരെ പേര് അറിയാത്തത് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. അത് ഈ കേസിൽ എന്ന് പറഞ്ഞാല് പുള്ളിക്കാരന്റെ ഒരു ബയോ പിന്നെ ഒരു പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു ഉം. 8ാം ക്ലാസ് വരെ മൂപ്പർക്ക് ADHD ഉണ്ട്. ഞാൻ മൂപ്പരെ നാട്ടിലെ 2-3 സുഹൃത്തുക്കളൊക്കെ അന്ന് അന്വേഷിച്ചപ്പോൾ ഭയങ്കര പൊട്ടിത്തെറിയായിരുന്നു ആള്. എവിടെ അടങ്ങിക്കാത്തൊരു കാരണം പാരന്റ് ഇല്ല, വാപ്പയും ഉമ്മയില്ല, ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയ ആളാണ്. അതോ കുട്ടിയെ ശ്രദ്ധിക്കാൻ ഒരാളില്ല. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരന് ഒരു എഴുതാൻ വായിക്കാൻ പറ്റാത്തൊരു മാനസിക ഒരു സംഘർഷം നല്ലോണം ഉണ്ട്. പുള്ളിക്കാരൻ ഇപ്പൊ ഗൾഫിലാണ്, ജോലിയുണ്ട്, ഒരു കല്യാണം കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്. പക്ഷെ ഭാര്യക്ക് അറിയില്ല എഴുത്തും വായനയുള്ളത് അറിയാത്തത്. അതാണ് ഏറ്റവും ഇയാളൊരു മാനസികമായിട്ട് ഒരു തകർക്കുന്ന ഒരു വിഷയം. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു 1.5 മാസത്തോളമായി ചെയ്യുന്നത് സാധാരണ കുട്ടികളെ LKG UKG അക്ഷരമാല പഠിപ്പിച്ചു കൊടുക്കുക. അന്നപ്പോ ഉം. ഇപ്പൊ മലയാളമാണ്, ഏകദേശം മലയാളത്തിന്റെ ഏകദേശം ഇപ്പൊ ഇന്നലൊക്കെ 2-3 വോയിസ് എനിക്ക് അയച്ചിട്ടുണ്ട് വായിച്ചത്. കുറെ ഉം. നമ്മുടെ പഴയ 1ാം ക്ലാസ് എന്റെ മോളെ പുസ്തകം എടുത്തിട്ട് പുള്ളിക്കാരൻ ഫോട്ടോ എടുത്ത് വെച്ച് ഇത് എടുത്ത് ഓരോന്ന് വായിക്കാം. ഏതായാലും നല്ലൊരു മാറ്റമുണ്ട്. അങ്ങനെ റെഡിയാവുന്നു. കാരണം പക്ഷെ ഈ ഇമോഷണൽ ചേഞ്ചിങ് പുള്ളിക്കാരന് ഈ വൈഫ് അറിയുന്നുള്ള ഒരു പേടി, അതാണ് ഈ തടസ്സം നിൽക്കുന്നത് സെന്ററില്. ഞാൻ പറയുന്നത് എന്തായാലും നിങ്ങളെ വൈഫിനെ അറിയിക്കുക എന്നല്ലാണ്ട് ഒരു രക്ഷ അതെ അതെ ഇതിലില്ല. അതുകൊണ്ട് അതെ വൈഫിന്റെ ഒരു മെന്റലി സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ചിലപ്പോൾ നല്ലൊരു ഉഷാറാവും. ഉഷാറാവും. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വായിക്കുന്ന നല്ലൊരു ഡിഗ്രി എടുക്കാനും ഒരു PG എടുക്കാനുള്ള ഒരു ഈ ടൈമിൽ നമുക്ക് കാലഘട്ടത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോ അതിനൊക്കെ കഴിയുന്ന ആ ലെവലിൽ നിന്ന് പോകുന്നുണ്ട്. അത് നല്ല നല്ല ക്ലാസ് ആയിരുന്നു മാമിന്റെ. താങ്ക് യു സോ മച്ച്. ഹലോ മാം, ക്വസ്റ്റ്യൻസ്? അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. ഞാൻ റസീന, കണ്ണൂരിൽ നിന്നാണ്. ആ ടീച്ചറാണ്. മാമിന്റെ ഇന്നത്തെ ക്ലാസ് മാഷാഅല്ലാ അടിപൊളി എന്ന് പറഞ്ഞാല് ഒരുപാട് അങ്ങനെയുള്ള ഒരു 2-3 കുട്ടികളുണ്ട് സ്കൂളിൽ. ഞാൻ സ്കൂൾ വെക്കാണ്. അപ്പൊ ആ അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞ കുറച്ച് ഐഡിയാസ് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ആ കല്ല് വെച്ചിട്ടുള്ള എല്ലാം ഉണ്ടല്ലോ, അത് ആ മാഷാഅല്ലാ ആ അടിപൊളി. പിന്നെ ഇതിനെ ബോട്ടിലിൽ വെള്ളം ഒഴിച്ചിട്ടൊക്കെ ഉള്ള കളർഫുള്ള് നമ്മൾ ചെയ്തിട്ടില്ല. ഇൻഷാല്ലാ ആ ഇനി അങ്ങനെ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. വളരെ താങ്ക്സ്. പിന്നെ ദുആ അത് ഉണ്ടാവും ഇൻഷാല്ലാ. ഇനിയും എല്ലാ സന്തോഷം ഇനി ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും മാമിന് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ദുആ താങ്ക് യു ചെയ്യാം. താങ്ക് യു. നല്ല ക്ലാസ് മാം. ഓക്കെ മാം. നമുക്ക് അത് തന്നെ കല്ല് വെക്കുന്നത് മാറ്റാട്ടോ. കല്ലിന് പകരം പല മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അല്ല അത് മാം കുറച്ച് പറഞ്ഞ കല്ല് നല്ലൊരു ഐഡിയ എന്ന് വെച്ചാൽ കുട്ടിക്ക് മണ്ണുമായിട്ടുള്ള ഒരു ടച്ച് ആ വലിയ ആ വലിയ അത് പറ്റും. കുറെ കാര്യങ്ങൾ കണ്ടു. മണ്ണ്, പിന്നെ നമ്മൾ ചെപ്പൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റീസ് എല്ലാം കൊടുക്കുന്നില്ലേ, ആ ആ ആ അങ്ങനെയുള്ളതെല്ലാം ചെയ്യുമ്പോൾ അവര് ഭയങ്കര ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് മാം കല്ലിനെ ഭയങ്കര ആയിട്ട് എടുത്തിട്ടുള്ള അതേതായാലും എന്റെ ഇതിൽ പോയില്ല. അതുകൊണ്ട് മാഷാഅല്ലാ താങ്ക് യു മാം. ഏതായാലും നല്ല ഓക്കെ എക്സാമ്പിൾ ഓക്കെ ആയിരുന്നു. താങ്ക് യു. നാഫിയ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. നാഫിയ ചോദിച്ചോളൂ. ഇല്ല തോന്നുന്നു. ഓക്കെ, വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചോദിക്കൂ സർ. ഹലോ, എന്റെ മകള് ഡൗൺസ് ആണ്. അപ്പോ ആ ഈ ഡൗൺസ് ഉള്ള കുട്ടികൾക്ക് ഈ അതിന്റെ ആ കൂടെ ഓട്ടിസ്റ്റിക്കിന്റെ ഇത് ഉണ്ടാവുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. കാരണം മകൾ ഇപ്പൊ 7 വയസ്സായി, തെറാപ്പിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ആ ചില സമയങ്ങളിൽ അവളുടെ 2 കാലും 2 കൈയൊക്കെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, വാ തുറന്നൊരു ഭാഗത്തേക്ക് നോക്കി ഒരു ചില സമയങ്ങളിൽ കുറച്ചു നേരം. അപ്പൊ ആ എനിക്കിങ്ങനെ മാം പറഞ്ഞില്ല, ഇങ്ങനെ റൊട്ടേഷൻ ഒക്കെ നടക്കുകയാണെങ്കിൽ അതിനൊരു ചാൻസ്. അപ്പൊ ഉം. അതിലറിയാൻ വേണ്ടിയിട്ടായിരുന്നു. എത്ര വയസ്സായി? ഇപ്പൊ 7 വയസ്സ് കഴിഞ്ഞു. ആ ആ ആ പിന്നെ ഇതിന്റെ കൂടെ അസോസിയേറ്റഡ് ആയിട്ട് വരാം. ടൗൺസും ഓട്ടിസും ഒക്കെ അസോസിയേറ്റഡ് ആയിട്ട് വരാം. ടൗൺസിന് അങ്ങനെ ഓട്ടിസ്റ്റിക് വിഷ്വൽസ് കണ്ടിട്ടില്ല ഇതുവരെ. ഇത് വെച്ചാൽ ഡൗൺസ് ആണുള്ളത്. ചില സമയങ്ങളിൽ ഈ കാലിൽ രണ്ടും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, അതുപോലെ ആ കൈ ഇങ്ങനെ കുറഞ്ഞ സമയം ഉണ്ടാവും. ഒരു ഭാഗത്തേക്ക് മുഖം ഇങ്ങനെ വാ തുറന്ന് വെച്ചിട്ടായിരിക്കും അത് ചെയ്യാറ്. ആ പിന്നെ അത് പെട്ടെന്ന് അങ്ങ് മാറും. അത് ഒരു പ്രത്യേക ഒരു ഭാവത്തിൽ കുറച്ചു നേരം നിന്ന് ഫ്യൂ സെക്കൻഡ്സ്, പിന്നെ പഴയ പോലെ പിന്നെ അതാവും. ആ ആ അങ്ങനെയാണ്. ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ കേൾക്കുമോ? അതായത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞാൽ എന്താ പ്രതികരണം? അപ്പൊ മാറും. ഒന്നും തട്ടിയാൽ അപ്പൊ പെട്ടെന്ന് ഇതിലേക്ക് നമ്മൾ നോക്കിയിട്ട് പിന്നെ അത് പെട്ടെന്ന് നിർത്തും. ആ ആ ആ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ പിന്നെ നമ്മൾ പറയുന്നിടത്തൊന്നും ഒരു റെസ്പോൺസ് ഉണ്ടാവില്ല. അപ്പൊ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയായിട്ടൊന്ന് അങ്ങനെ ചെയ്ത് കണ്ടിന്യൂസ് ആയിക്കൊണ്ടിരിക്കും. ഉണ്ടല്ലോ. അപ്പൊ രണ്ടും വരാൻ ചാൻസ് ഉണ്ട്. അതിന്റെ കൂടെ ഈ ഒരു ഓട്ടിസ്റ്റിക്കിന്റെ
ഇത് ഉണ്ടാവാൻ ചാൻസ് ഓട്ടിസ്റ്റിക്കിന്റെ ഉണ്ടോ? ഫീച്ചർ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അധികം അങ്ങനെ കണ്ടിട്ടില്ല. ഓട്ടിസത്തിന്റെ കൂടെ ഡൗൺസ് അങ്ങനെ കണ്ടിട്ടില്ല. എന്റെ ഇപ്പൊ പരിചയമുള്ള കേസുകളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഡൗൺസ് ആണ് അവള്. അപ്പൊ ആ അതിന്റെ ഇങ്ങനെ ക്ലാസ്സും അത് തെറാപ്പിയൊക്കെ ആയിട്ട് നമ്മൾ പോകുന്നുണ്ട്. ബിഹേവിയറൽ തെറാപ്പി കൊടുത്താൽ മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ ഒരു ഓക്കെ ബിഹേവിയർ ഓക്കെ. ചേഞ്ച് ചെയ്യാൻ ബിഹേവിയർ തെറാപ്പി കൊടുത്താൽ ഒരു പക്ഷെ മാറുമായിരിക്കും. കാരണം 7 വയസ്സല്ലേ ബിഹേവിയർ ആയിട്ടുള്ളൂ. അതെ അതെ, ബിഹേവിയറിൽ ഇത് കൊടുത്തിട്ടില്ല. അത് പെട്ടെന്ന് പറഞ്ഞപ്പോഴാണ്. ഞാൻ OT-യും സ്പീച്ചും സ്പെഷ്യലൊക്കെ കൊടുക്കാറുണ്ട്. ഇത് ആ സെന്ററിൽ കണ്ടിട്ട് ഞാൻ നോക്കട്ടെ ഏതായാലും. താങ്ക് യു മാം. ബിഹേവിയർ തെറാപ്പി നല്ലതാ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, മറ്റാർക്കാണ് ക്വസ്റ്റ്യൻ ഉള്ളത്? ക്വസ്റ്റ്യൻ ചോദിക്കാം, ഫീഡ്ബാക്ക് പറയാം. സർ, ഹലോ, നമസ്കാരം മാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ ഒരു നല്ലൊരു ക്ലാസ് എന്ന് പറയാം. അതായത് ഒരു ഐഡന്റിഫിക്കേഷൻ, അതായത് കുട്ടികളെ ഓരോ പാരന്റ്സും അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നവരോ കല്യാണം കഴിച്ചവരോ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരുപാട് സംഭവങ്ങളെ ഇവിടെ വിവരിക്കുന്നുണ്ടായി. കാരണം നമ്മളുടെ കുറവുകൾ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയണത്, പഴിചാരല്, കുറ്റപ്പെടുത്തൽ, വിഷമിക്കൽ അല്ല ഒരു സൊല്യൂഷൻ എന്നിവിടെ എടുത്ത് കാണിക്കുകയുണ്ടായി. കാരണം ആ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണ് തകരാറ്, ഫിസിക്കലാണോ മെന്റലാണോ അല്ലെങ്കിൽ എത്തരത്തിൽ ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നിവിടെ ചിത്രീകരിക്കുകയുണ്ടായിരുന്നു. ഞാൻ അതിന് മുഴുവൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, കുറച്ച് വൈകിയാണ് കയറി, അതിന്റെ ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആകേണ്ടതൊക്കെ വന്ന്. എന്നാലും തീർച്ചയായിട്ടും മാഡം ഇപ്പൊ എടുത്തിരിക്കുന്ന ഒരു ദിവസം എടുക്കേണ്ട കാര്യങ്ങളാണോ ഈ 1 മണിക്കൂർ കൊണ്ട് സംക്ഷിപ്ത രൂപത്തിൽ കൈകാര്യം ചെയ്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളാകട്ടെ, കല്യാണം കഴിച്ചവരാകട്ടെ, കുട്ടികൾ ഉണ്ടായവരാകട്ടെ, ഇതുപോലെയുള്ള പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്നവര് ഈശ്വരനെ കുറ്റപ്പെടുത്തുക, സ്വയം കുറ്റപ്പെടുത്തുക, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക, പ്രാർത്ഥന വഴിപാടൊക്കെ ആയിക്കോട്ടെ, ഒരു വശത്ത് നടന്നോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ കുട്ടീനെ ഐഡന്റിഫൈ ചെയ്യാം, എന്താണ് അവർക്ക് സംഭവിച്ചത്. ഏതായാലും നമുക്ക് സർവശക്തൻ തന്നിരിക്കുന്ന ഒരു കുട്ടിയാണ്, സന്താനമാണ്. അത് നമ്മൾ അതിനെ പോറ്റുക, വളർത്തുക, അതോടൊപ്പം ഐഡന്റിഫൈ എന്താണ് തകരാറെന്ന് മനസ്സിലാക്കി ആ രീതിയിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ ഓരോ വ്യക്തിയും, കല്യാണം കഴിച്ചവരായിട്ട് കഴിക്കാത്തവരായിട്ട്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള നമ്മുടെ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കി ഇത്തരത്തിൽ കാര്യത്തിലൂടെ മുന്നോട്ട് പോയാൽ തീർച്ചയായും അതൊരു സൊല്യൂഷനിലേക്ക് എത്തും, ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നമുക്ക് ആ കുട്ടിയെ ഒരു നോർമൽ കുട്ടി ആയില്ലെങ്കിൽ പോലും ഏതാണ്ട് നമ്മൾ ഈ പറഞ്ഞോളം സെൽഫിഷ് ആക്കുക, അതിനെ ഇൻഡിപെൻഡന്റ് ആക്കുക. എല്ലാവരും നമ്മൾ സ്നേഹം കൂടി ഈ പറഞ്ഞോളം എന്തോ സ്വർഗത്തിൽ പോകും അല്ലെ, അത്തരത്തില് ചിന്താഗതികൾ മാറ്റിവെച്ച് എപ്പോഴാണോ കൊച്ചുകുട്ടി അതിൻ്റെതായ ലെവലിലേക്ക് എത്തുന്നത്, 1 വയസ്സായ കുട്ടിക്ക് അതിൻ്റെതായ രീതിയിൽ അത്രയ്ക്ക് എത്തിയില്ലെങ്കിൽ പോലും കുറച്ചൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ ഉള്ളൊരു ചാൻസ് കൊടുക്കുക. കാരണം അവരോട് ചെയ്യുന്ന സ്നേഹം അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ പഴിച്ചുകൊണ്ട്, ഈശ്വരനെ കുറ്റപ്പെടുത്തിക്കൊണ്ട്, എപ്പോഴും വിഷമിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെയൊക്കെ നടത്തിക്കൊണ്ട് അതിനൊരു സൊല്യൂഷൻ വരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുകയുണ്ടായി. അപ്പൊ അത് എല്ലാവരും മനസ്സിലാക്കേണ്ട, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ള ഫാമിലി, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, റിലേറ്റീവ്സ് ഉണ്ടാകും, നൈബേഴ്സ് ഉണ്ടാകും. അപ്പൊ അവർക്കും ഇതൊന്ന് മോണിറ്റർ ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നല്ലൊരു അത്തരത്തിൽ അവയർനെസ് കൊടുക്കുന്ന നല്ലൊരു ക്ലാസ് ആയിരുന്നു, എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നന്ദി മാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു ഫൈസൽ സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. സോ വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് മൈൻഡപ്പിലേക്ക് പോകാം. ക്വസ്റ്റ്യൻസോ ഫീഡ്ബാക്കോ ആർക്കെങ്കിലും ഉണ്ടോ? ഒരാൾക്ക് കൂടി. ഫൈസൽ, എന്തെങ്കിലും ഉണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും സ്ലാം. അസ്സലാം. ഞാന് കൂടുതലായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റില്ല, ഇതിന്റെ ഇടയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ബ്രേക്ക് ആകാൻ പറ്റി. എന്തായാലും കേട്ട അടുത്തോളം പിന്നെ വളരെ നല്ല ക്ലാസ്. കാരണം നിങ്ങൾ ഉദാഹരണ സഹിതം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ സമയത്തെ അപ്പൊ എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത്, ഈ ബിഹേവിയറൽ തെറാപ്പി അത് അതിനെ കുറിച്ച് കൂടുതൽ അത് നമുക്ക് തന്നെ കൊടുക്കാൻ കഴിയുന്നതാണോ, അല്ലെങ്കിൽ അതൊരു സ്പെഷ്യലിസ്റ്റിന്റെ അണ്ടറിൽ മാത്രം ചെയ്യേണ്ടതാണോ? അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, പാരന്റ്സ് തന്നെ കൊടുക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കാം? ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ആളുടെ കീഴിലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. സൈക്കോളജിസ്റ്റ് ഒക്കെ ഉണ്ടാവും, അവരാണത് ചെയ്യാം. അപ്പൊ അവര് നമുക്ക് പറഞ്ഞു തരുന്ന ആക്ടിവിറ്റീസ് ഉണ്ടാവും, അത് നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാം. ഓക്കെ.
ഇപ്പൊ കുട്ടികളിൽ ഉണ്ടാകുന്ന സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന വാശികള്, കുട്ടികൾക്ക് അതെ അതെ കൂടുതൽ വല്ല അനുസരണക്കേട്, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാത്തതും, പിന്നെ വല്ലാതെ കൂടുതലായിട്ടുള്ള വാശികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കൈകാര്യം ചെയ്യുന്നത് ബിഹേവിയറൽ തെറാപ്പിയിലൂടെ അല്ലേ? അതെ അതെ. നമുക്ക് വേണമെങ്കിൽ അതിനെ കുറിച്ച് മാത്രമായിട്ട് ഒരു ദിവസം ക്ലാസ് വെക്കാം. ഓക്കെ 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 ഓക്കെ. എന്തായാലും വളരെ വളരെ നല്ല ക്ലാസ്. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ. സോ എന്തായാലും വളരെയധികം സന്തോഷം. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ, വളരെ ലളിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ തന്നെ ഷഫിദ മാം ഇവിടെ വിഷയങ്ങൾ അവതരിപ്പിച്ചു. എല്ലാവർക്കും നല്ല ക്ലിയർ ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമുക്ക് ആലോചിച്ചിട്ട് മാമിന്റെ കീഴിലായിട്ട് നമുക്ക് നടത്താൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കാം തീർച്ചയായിട്ടും. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പേഴ്സണലി ബന്ധപ്പെടാൻ പറ്റുമെങ്കിൽ മാം നമ്പർ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ദൂരീകരിക്കാം. സോ മാം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. നമ്പർ ഞാനിവിടെ ടൈപ്പ് ചെയ്യണോ? ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടാൽ മതി മാം. ഓക്കെ, അപ്പൊ മാമിന്റെ നമ്പർ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സോ താങ്ക് യു ഫോർ ദ ഇൻഫോർമേറ്റീവ് സെഷൻ ഷഫിദ മാം. ആൻഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടി ലത മാം റെഡി ആണോ? ഓക്കെ സാർ. ഓക്കെ ലത മാം വൈൻഡ് അപ്പ് ചെയ്യാം. ഗുഡ് ഈവനിങ് ആൾ. എൻ്റെ പേര് ലത. ഞാൻ തളിപ്പറമ്പ് താമസിക്കുന്നു. ഞാൻ അക്ഷയ നടത്തുന്നു, കൂടാതെ ഹൗസിംഗ് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ട്രെയിനിന്റെ 10ാമത്തെ ബാച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. പിൻപിള്ള അക്കാദമിയുടെ കീഴിൽ എല്ലാ തിങ്കളാഴ്ചയും 7 മണി മുതൽ 8 മണി വരെ നടക്കുന്ന ട്രെയിനേഴ്സ് സ്റ്റാഫിലാണ് നമ്മൾ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ ട്രെയിനർ ഇതില് ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തിയാക്കിയവരാണ് ഇതിൽ ട്രെയിനർമാരായി എത്തുന്നത്. പിന്നെ ഇന്നത്തെ ക്ലാസ് മനോഹരമായി സമാപിച്ചു. വളരെ നല്ല രീതിയിലാണ് ഈ ക്ലാസ് മുന്നോട്ട് പോയത്. നമുക്കെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ഷഫീദ മാം എഡ്യൂക്കേറ്റർ, ട്രെയിനർ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ആൻഡ് ട്രെയിനർ. അപ്പൊ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഈ ക്ലാസ്സിലൂടെ ഒരുപാട് അറിവ് ലഭിച്ചു. മേഡം പറഞ്ഞ ചെറിയ പിന്നെ കുട്ടികളെ ജനിക്കുമ്പോൾ കുട്ടിയുടെ വളർച്ച അത്രക്കും നമ്മൾ സന്തോഷത്തോടെ നിന്ന് കാണുക. പിന്നെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിലൂടെ പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു ഞാൻ പറയും പോലെ എന്തെങ്കിലും ചെറിയൊരു പിന്നെ അസുഖം ഇതുപോലെ എന്തെങ്കിലും കണ്ടാല് നമ്മളാകെ തൈടമറിയും. ഇപ്പം മാം പറഞ്ഞില്ല, റാ എഴുതിയിട്ട് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്ന അതെല്ലാം അത്രക്കും ഒരു എന്താ പറയണ്ടേ, അത്രക്കും പിന്നെ നല്ലൊരു ഇതാണ്. പിന്നെ 34 വയസ്സുള്ള കുട്ടികളെ 34 വയസ്സുള്ള വ്യക്തിനെ ഇപ്പൊ നമ്മളെ എങ്ങനെയാക്കിയാലും നമ്മളെ അങ്ങോട്ട് ശക്തിയോടെ വലിക്കുക അല്ലാതെ പിന്നെ നമ്മളെ ഇപ്പം ഒന്ന് പറഞ്ഞു കൊടുത്താലും ഒന്നും മനസ്സിലാവില്ല. അപ്പോ പിന്നെ മാം നല്ലൊരു അവരുടെ ഇപ്പൊ അവര് ഭക്ഷണം വാരിക്കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പേരൻസ് ഭക്ഷണം വാരിക്കൊടുക്കുക. പിന്നെ ബാഗ് തുറക്കാൻ പോലും ആ കുട്ടിക്ക് 34 വയസ്സുള്ള കുട്ടിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ. മാം പറഞ്ഞ എല്ലാം പിന്നെ അത്രയും ഇത് കൊടുത്തിട്ട് കൈപിടിച്ച് സിബ് തുറക്കാൻ പഠിച്ച് അതെല്ലാം പ്ലേറ്റ് എടുക്കുക, അതെല്ലാം അത്രയും അപ്പൊ ഒരു മാറ്റം വരുത്തിയില്ലേ. ഞാനൊക്കെ കൂടുതലായി പിന്നെ അതുപോലെ കുട്ടികളെ ഷട്ടിൽ കളിക്കുക ഒന്നിച്ച്, നമ്മള് കുട്ടികളൊന്നിച്ച് പിന്നെ രക്ഷിതാക്കളും കൂടി എന്നാ വേണ്ടെന്ന് വെച്ചാൽ അത് കുറച്ച് ചെയ്തു കൊടുത്താൽ വളരെ കുട്ടിക്കൊരു കുറച്ചൊരു മാനസികമായിട്ട് നല്ലൊരു ഉണ്ടോ. വേറെ
എത്രയും മാഡം പറഞ്ഞ പോലെ എത്രയും നേരത്തെ ചെറിയ കുട്ടീനെ എങ്ങനെയാണ് പിന്നെ എന്തെങ്കിലും ഒരു ഇത് തോന്നിയാൽ എത്രയും നേരത്തെ കണ്ട് എന്നാന്ന് വെച്ചാൽ അത് ഡിസബിലിറ്റി കണ്ടിട്ട് അതിന് വേണ്ടുന്ന ഐഡന്റിഫിക്കേഷൻ നടത്തുക. പിന്നെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്ക് പിന്നെ ഇപ്പൊ ക്ലാസ് പിന്നെ ഞാൻ ഞാൻ പൈസ ഷെഫിദാമ് ഇവിടെ ക്ലാസ് ഇത്രയും നല്ലൊരു ക്ലാസ് കിട്ടുകയെന്ന് പറയുമ്പോൾ അതൊരു നല്ലൊരു ഇതാണ്. പിന്നെ നമ്മള് ഇത്രയും നല്ലൊരു ഇതെടുത്ത ഷെഫീദ മാമിന് ഒരു ഹൃദയം നിറഞ്ഞ അത്രയ്ക്ക് വലുതായിട്ട് ഒരു നന്ദി പറയുന്നു ഷെഫീദ മാമിന്. പിന്നെ എന്റെ നമ്മുടെ ട്രെയിനറുടെ ഡയറക്ടറും ട്രെയിനറുമായ ഫൈസൽ സാറിനെ നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ റസീന മാം, ബാബു സാറ്, പിന്നെ നിയാസ് സാറ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. സോ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. സോ നെക്സ്റ്റ് മൺഡേ മറ്റൊരു വിഷയമായിട്ട് നമ്മുടെ മറ്റൊരു ട്രെയിനർ ഉണ്ടാകും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു എവരിവൺ. ബൈ ബൈ.